Good morning. Happy Independence Day. എല്ലാവർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. ഗുഡ് മോർണിംഗ് വന്ദന, ഗുഡ് മോർണിംഗ് ആദർശ്. നമുക്ക് വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കോട്ടിൽ നിന്ന് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഡേ ഫോർ ഓൾ ഓഫ് us. ഇത് ആരും പറഞ്ഞതല്ല, അതായത് വെരി ഫേമസ് പേഴ്സണാലിറ്റീസ് പറഞ്ഞതല്ല, പക്ഷേ ആ ഒരു കോട്ട് it's very close to my heart. True independence lies in respecting each other's differences and working together as one nation. അല്ലേ, നമ്മൾ കൾച്ചറലി ഡൈവേഴ്സ്ഡ് ആണ് ഇന്ത്യ. കൾച്ചറലി, റിലീജിയസ്ലി, ലിംഗ്വിസ്റ്റിക്കലി ഒക്കെ ഇങ്ങനെ എന്താ പറയുക, ജിയോഗ്രഫിക്കലി ഒക്കെ നമ്മളിങ്ങനെ വി ആർ ഡിഫറെൻറ്റ്. പക്ഷെ ആ ഡിഫറൻസിലാണ് നമ്മുടെ യൂണിറ്റി അല്ലേ. ഓൺ എ പോസിറ്റീവ് നോട്ട് നമുക്ക് നമ്മളുടെ ഇന്നത്തെ എഡിറ്റോറിയൽ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കഷനിലേക്ക് ഒരു വാം വെൽക്കം. എന്താ പറയുക, ഇൻഡിപെൻഡൻസ് ഡേ ആയത് കാരണം നമ്മളുടെ ജോലികളൊന്നും നമ്മൾ മാറ്റിവെക്കണ്ട. isn't it? We have to go on with our work. ശരിക്കും പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ഏറ്റവും നല്ല ദിവസമാണ് ഇതുപോലെ നാഷണൽ ഹോളിഡേയ്സ്. അതായത് ഹോളിഡേയ്സ് അല്ലാതെ അന്നത്തെ ദിവസം ഐ വിൽ വർക്ക് 1 hour എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അഭിവൃദ്ധി എവിടെ എത്തും എന്ന് ചോദിച്ചത് എന്ന് പഠിച്ചത് എനിക്ക് ഓർമ്മ വരുന്നു. ചെറിയ ക്ലാസ്സുകളിൽ സ്കൂളിൽ എവിടെയോ ഏതോ രാജ്യത്തിന്റെ US-ന്റെയോ എന്തോ ആണെന്ന് തോന്നുന്നു നാഷണൽ, അവർക്കുണ്ട് ഡെഫിനറ്റ്ലി നാഷണൽ ഹോളിഡേയ്സ്. പക്ഷെ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേക്ക് നമ്മൾ ഓക്കെ അവധിയെടുത്ത് വീട്ടിലിരിക്കുക, പക്ഷെ പ്രൊഡക്ടിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. എൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ അഭിവൃദ്ധി ഞാൻ എന്തുമാത്രം കൊണ്ടുവരും, എൻ്റെ ഇന്ന് ഒരു എക്സ്ട്രാ വർക്ക് 1 hour ഓഫ് വർക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ചേഞ്ച് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കും അല്ലേ. ഇതായിരിക്കട്ടെ എല്ലാവരുടെയും ചിന്താഗതി. ഒരുമിച്ച് പ്രവർത്തിക്കുക, എല്ലാവരും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, സോ വൺസ് അഗൈൻ വെൽക്കം യു ഓൾ. ഇന്ന് നമ്മുടെ എഡിറ്റോറിയൽ ഡിസ്കഷൻ പോകുന്നത് ഇച്ചിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. കേരളത്തിൽ നമ്മൾ കുറേ നാളായിട്ട് എന്താ പറയുക, ഈ ഒരു ടോപ്പിക്ക് വളരെ അധികം നമ്മൾ കേട്ടിരുന്നു. ഇപ്പം അത് നാഷണൽ ലെവലിലും ഇറ്റ് ഇസ് സെയിം തന്നെ പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നു. ദ സീഡിങ് ഓഫ് അക്കാഡമിക് ഫ്രീഡം ഇൻ യൂണിവേഴ്സിറ്റി. സീഡിങ് എന്ന് പറഞ്ഞാൽ കൺട്രോളിങ് അല്ലെങ്കിൽ കർബിങ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അത് എഴുതിയേക്കുന്നത് ദീപക് നായർ is an economist, professor at Emeritus at Jawaharlal Nehru University, JNU-ലാണ്. ഫോമർ വൈസ് ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ആയിരുന്നു അദ്ദേഹം. അപ്പം വളരെ സിമ്പിൾ ടു റീഡ്. നമുക്ക് ഡിഫിക്കൽട്ട് വേർഡ്സ് കുറവാണ്, ഫ്രേസൽ വേർബ്സ് അധികം യൂസ് ചെയ്തിട്ടില്ല, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് കുറവാണ്. എന്തുകൊണ്ടാ വെച്ചാൽ വളരെ സിമ്പിൾ ടു റീഡാണ്. നിങ്ങൾക്ക് ആ എഡിറ്റോറിയൽ ഇപ്പം തന്നെ ഒന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം എഴുതിയേക്കുന്നത്. അതായത് ഒരു സാധാരണക്കാരനായ മനുഷ്യന് വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയൽ. ഞാൻ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തെന്ന് വെച്ചാൽ സെക്കൻഡ് എഡിറ്റോറിയൽ വാസ് റിലേറ്റഡ് ടു വാർ. അത് നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞൊരു ടോപ്പിക് ആയത് കാരണമാണ്. അത് റിലേറ്റഡ് ടു പെഹൽഗാം അറ്റാക്ക്, അതിൻ്റെ ആഫ്റ്റർ മാത്ത്, നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്തത്, ഓപ്പറേഷൻ സിന്ദൂർ, അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയത് കാരണം നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തത് കാരണവും നമ്മളന്ന് ഞാനത് എടുക്കാതിരുന്നത്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഓഡിബിലിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ അല്ലെ, എല്ലാവർക്കും കേൾക്കാമല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ. വളരെ സിമ്പിളാണ്, കുറച്ച് ലെങ്തി ആർട്ടിക്കിളാണ്, പക്ഷെ ഒരു 10-15 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്ന ആർട്ടിക്കിളാണ്. സോ ദ ഫസ്റ്റ് വേർഡ് ഇസ് സീഡിങ്. സീഡിങ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഗിവിങ് അപ്പ് കൺട്രോൾ, പവർ ഓർ റൈറ്റ്, സറണ്ടറിങ് എന്ന് പറയുക അല്ലേ. നമ്മൾ ഒരാൾക്ക് നമ്മുടെ പരമാധികാരം സറണ്ടർ ചെയ്യുക, അല്ലെ വേറൊരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് സീഡിങ് എന്ന് പറയുക. isn't it? അതായത് ഒരാൾക്ക് പരമാധികാരം വിട്ടുകൊടുക്കുക, അതാണ് ഇവിടെ പറയുന്നത് സീഡിങ് ഓഫ് അക്കാഡമിക് ഫ്രീഡം അല്ലെ. നമ്മളുടെ യൂണിവേഴ്സിറ്റീസിന്റെ അക്കാഡമിക് ആയിട്ടുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യാണ്, ആർക്കോ അടിയറവ് വെക്കുകയാണ്, പരമാധികാരം വിട്ടുകൊടുക്കുകയാണ്. ഗിവിങ് അപ്പ് കൺട്രോൾ, പവർ ഓർ റൈറ്റ്സ് ടു somebody else. അതിന്റെ സിനോണിംസ് സറണ്ടറിങ്, ഈൽഡിങ് ആൻഡ് റെലിംഗ്വിഷിങ്. ആന്റണിംസ് എന്ന് പറയുന്നത് റീറ്റെയിനിങ്, കീപ്പിംഗ് ആൻഡ് ഹോൾഡിങ്. ഓക്കെ, സോ ദ കമ്പനി ഈസ് സീഡിങ്
control of its overseas branch to a local partner. കമ്പനി എന്ത് ചെയ്തു, അവരുടെ അധികാരം ലോക്കൽ ബ്രാഞ്ച് വേറൊരു രാജ്യത്ത് ഓവർസീസ് അല്ലെ വേറൊരു രാജ്യത്ത് അവരുടെ ലോക്കൽ പാർട്ട്ണർ ആരാണോ അയാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തു. ആർട്ടിക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞ എന്താ, മെൻഷൻ ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ക്ലിയർലി എക്സ്പ്രസ് ആൻ ഐഡിയ ഓർ ഒപ്പീനിയൻ ഇസ് കോൾഡ് ആസ് ആർട്ടിക്കുലേഷൻ. ഓക്കെ, ആ എക്സ്പ്രസ്, കൺവേ, സ്റ്റേറ്റ് ഇതെല്ലാം ആർട്ടിക്കുലേറ്റ് ആണ്. എന്നാൽ പറയാതിരിക്കുന്നതിനോ മമ്പിൾ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക, സപ്രസ് ചെയ്യുക, ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. She was able to articulate her concerns about the new policy clearly. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവളുടെ പുതിയ പോളിസീസിനെ കുറിച്ച് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. She was able to articulate, express it clearly. Okay. Circumscribing എന്ന് പറഞ്ഞാൽ ലിമിറ്റിംഗ് ഓർ റെസ്ട്രിക്റ്റിംഗ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെയാണ് സർക്കംസ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. കൺഫൈനിങ്, ബൗണ്ടിങ്, റെസ്ട്രിക്റ്റിംഗ് ഇതെല്ലാം അതിൻ്റെ എന്തായിട്ട് വരും, സിനണിംസ് ആയിട്ട് വരും. എന്നാൽ ഇതല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, കുറെ കൂടെ എക്സ്പാൻഡ് ചെയ്യുക, ലിബറേറ്റ് ചെയ്യുക, ഫ്രീ ആക്കുക. ഇസ്ന്റ് ഇറ്റ്? ഫ്രീയിങ്, ലിബറേറ്റിംഗ്, എക്സ്പാൻഡിങ് ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. The new rules are circumscribing the freedom of journalist. പുതിയ നിയമം എന്ത് ചെയ്യാണ്, ആ ജേർണലിസ്റ്റിന്റെ റൂൾസ് ഫ്രീഡത്തെ എന്ത് ചെയ്യാണ്, റെസ്ട്രിക്റ്റ് ചെയ്യാണ്. ഇവിടെ അതാണ് മീനിങ്. ഓക്കെ, റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. നമ്മൾ പറയും അല്ലെ, ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇസ്ന്റ് ഇറ്റ്? ആ ഫ്രീഡം ഓഫ് പ്രസ് ഇത് ആക്ച്വലി 4 പില്ലേഴ്സും ഒരേപോലെ എന്താ പറയുക, ഓക്കെ, ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് ആർ ടുഗെദർ വർക്കിംഗ്. ജുഡീഷ്യറി ഡെഫിനറ്റ്ലി സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. പ്രസ് എന്ന് പറയുന്നതും ഇറ്റ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. പക്ഷെ ഇന്ന് ഭയങ്കര ബയസ്ഡ് ആണ് പ്രസ് അല്ലെ. യഥാർത്ഥത്തിലുള്ള ന്യൂസ് അല്ല ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇന്നത്തെ പ്രസ് ശ്രമിക്കുന്നത്. ദേ ആർ ഓൾസോ ബയസ്ഡ് അല്ലെ. അത് ഭയങ്കരമായിട്ട് അപ്പൊ ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് ഇവിടെ കേർട്ടൈൽ ചെയ്യാണ്, റെസിസ്റ്റ് ചെയ്യാണ് അല്ലെ, റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അൺഓർത്തഡോക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അൺകൺവെൻഷണൽ ആയിട്ടുള്ള കാര്യം അല്ലെ, നോർമലി ആക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാളും ആക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത കാര്യത്തിനെയാണ് നമ്മൾ അൺഓർത്തഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അൺകൺവെൻഷണൽ, അൺയൂഷ്വൽ, അറ്റിപ്പിക്കൽ ഇതെല്ലാം അൺഓർത്തഡോക്സിന്റെ സിനണിംസ് ആണ്. എന്നാൽ കൺവെൻഷണൽ ആയിട്ടുള്ള, ട്രഡീഷണലി ഫോളോ ചെയ്തു വരുന്ന, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് എന്നതാണ് അൺഓർത്തഡോക്സിന്റെ ആന്റണിം. His unorthodox teaching methods caused the attention of educational experts. അല്ലെ, വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പെൻ ആൻഡ് പേപ്പർ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ നിന്നൊക്കെ പഠിപ്പിക്കാതെ അൺഓർത്തഡോക്സ് ആയിട്ടുള്ള, അൺകൺവെൻഷണൽ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്. ചില ടീച്ചേഴ്സ് അങ്ങനെയാണല്ലേ, നമ്മളിലേക്ക് എന്താ പറയുക, ഒരു അത്ഭുതം സൃഷ്ടിക്കും അവരുടെ മെത്തേഡ് ഓഫ് ടീച്ചിങ് കാരണം. ഇസ്ന്റ് ഇറ്റ്? എന്താ പറയുക, പുസ്തകം എടുത്ത് പഠിപ്പിക്കുന്നതിനല്ല, അറിവ് കൊണ്ട് പഠിപ്പിക്കുക. ഇസ്ന്റ് ഇറ്റ്? മനസ്സ് തൊട്ട് പഠിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ പഠിപ്പിക്കുന്ന കുറേ അധികം അധ്യാപകരുണ്ട്. എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ടീച്ചർ. ഞങ്ങളെ ക്ലാസ് റൂമുകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി, വളരെ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ലൈക്ക് 60 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടും ചെറിയ ഇടുങ്ങിയ എന്താ പറയുക കോർണേഴ്സ് ആണെങ്കിലും പക്ഷെ അതിനൊരു വാംത്ത് ഉണ്ടായിരുന്നു. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന കുറച്ച് അധ്യാപകരുണ്ട്. ഇസ്ന്റ് ഇറ്റ്? ആ നേച്ചറിലേക്ക് കൊണ്ടുപോവുക, അവിടെ നിന്ന് നമ്മളെ കാര്യങ്ങൾ പഠിപ്പിക്കുക. സോ ഇതെല്ലാവർക്കും പോസിബിൾ ആണ്. ഇസ്ന്റ് ഇറ്റ്? ടു ടച്ച് സംബഡീസ് ഹാർട്ട്. പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല, മറ്റൊരാളുടെ മനസ്സ് തൊടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. മിലിയു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെറ്റിംഗ് എന്നാണ് പറയുക. ഐ സെറ്റ് ദ മിലിയു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സൺ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പ്രൊഫഷണൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. സോ എൻവയോൺമെന്റ്, സെറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് എന്നതാണ് മിലിയുവിന്റെ സിനണിംസ്. എന്നാൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുക, എംപ്റ്റിനെസ്, അല്ലെങ്കിൽ നമുക്ക് വേറൊരു മീനിങ് പറയാം സോളിറ്റ്യൂഡ്, ഏകാന്തത. ഇസ്ന്റ് ഇറ്റ്? ഇതെല്ലാം മിലിയുവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, ഷീ ഗ്രൂ അപ്പ് ഇൻ എ ക്രിയേറ്റീവ് മിലിയു ദാറ്റ് എൻകറേജ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. അവൾ ജീവിച്ചത് എങ്ങനെയാണ്, വളർന്നത് എങ്ങനെയാണ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മിലിയു അല്ലെ, ചുറ്റുപാടിലാണ് അല്ലെ. ദാറ്റ് എൻകറേജ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. പെയിന്റ് ബ്രഷ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലേ മോഡലിംഗ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ പോയിരുന്ന് പഠിക്കൂ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവിടെ ഒരു ആർട്ടിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യപ്പെടില്ല അല്ലെ. അതും ഒരു കഴിവാണ്, അതിലും ഒരു ടാലന്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് നേർച്ചർ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റിൽ എന്ത് സാധിക്കുകയുള്ളൂ, നമ്മളുടെ ആർട്ടിസ്റ്റിക് ഡെവലപ്മെന്റ്, ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് സാധ്യമാവുകയുള്ളൂ. ഓക്കെ,
ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ടു മേക്ക് യുവർ ഓൺ ഡിസിഷൻ വിത്തൗട്ട് എക്സ്റ്റേണൽ കൺട്രോൾ. എക്സ്റ്റേണൽ കൺട്രോൾ ഇല്ലാതെ നിങ്ങളുടെ സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതിനെ ഓട്ടോണമി എന്ന് പറയും. ഇൻഡിപെൻഡൻസ്, സെൽഫ് റൂൾ, സെൽഫ് ഗവൺമെന്റ്, ഇതെല്ലാം അതിന്റെ സിനണിംസ് ആണ്. ഓപ്പോസിറ്റ്സ് എന്താണ്? ഡിപ്പെൻഡൻസ്, സബോർഡിനേഷൻ ആൻഡ് കൺട്രോൾ. The region has been demanding greater autonomy from the central government. ഈ ഒരു റീജിയൻ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും വലിയ ഒരു ഓട്ടോണമി, അതായത് ഇൻഡിപെൻഡൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ഓക്കെ. സാക്രോസാൻക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേക്രഡ് എന്നുള്ള ഒരു മീനിങ്, വളരെ പരിശുദ്ധമായിട്ടുള്ള, അൺടച്ചബിൾ അല്ലെങ്കിൽ ഇൻവയബിൾ എന്നുള്ള ഒരു മീനിങ് ഒക്കെ അതിനകത്ത് വരും. കൺസിഡർ ടു ഇമ്പോർട്ടൻറ്റ്, റിയലി ഇമ്പോർട്ടൻറ്റ് ഓർ സ്പെഷ്യൽ ടു ബി ചേഞ്ച്ഡ് ഓർ ഇൻഫേർഡ് വിത്ത്. അത് ചേഞ്ച് ചെയ്യാനോ അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താനോ സാധിക്കാത്തത്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓർഡിനറി ആണ്, വയലബിൾ ആണ്, അൺപ്രൊട്ടക്റ്റഡ് ആണ്, അല്ലേ? സോ ഫ്രീഡം ഓഫ് ദ പ്രസ് ഷുഡ് ബി സാക്രോസാങ്ക്ട് ഇൻ എ ഡെമോക്രസി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡ്, അല്ലേ? ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല, ഇൻവയലബിൾ ആണ്. അത് ഡെമോക്രസിയിൽ ഫ്രീഡം ഓഫ് പ്രസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വയലേറ്റ് ചെയ്ത് പോവാൻ പാടില്ല. കൺഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ സഹായകരമായിട്ടുള്ള, ഹെൽപ്ഫുൾ, ഫേവറബിൾ, ബെനിഫിഷ്യൽ, isn't it? മേക്കിംഗ് സംതിങ് പോസിബിൾ ഓർ ക്ലിയർ ഇസ് കോൾഡ് ആസ് കൺഡ്യൂസീവ്. ഇനി അതല്ലാത്തതിനെ നമ്മൾ എന്ത് പറയും? അൺഫേവറബിൾ ആയിട്ടുള്ള, ഹാംഫുൾ ആയിട്ടുള്ള, ഒബ്സ്ട്രക്റ്റീവ് ആയിട്ടുള്ള, അതിനെയൊക്കെ കൺഡ്യൂസീവിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ക്വയറ്റ് റൂം ഇസ് കൺഡ്യൂസീവ് ടു സ്റ്റഡി, അല്ലെ? ടു സ്റ്റഡിയിങ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ നോക്കിയാൽ കൺഡ്യൂസീവ് ടു സ്റ്റഡിയിങ്, അല്ലെ? ടു സ്റ്റഡി എന്നുള്ളതല്ല, ING ഫോം ഓഫ് ദ വെർബാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഇതെന്താണ്? ഹെൽപ്ഫുൾ എന്നുള്ളൊരു മീനിങ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു റൂം ഓഫ് വൺ സോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? റൂം ഓഫ് വൺ സോൺ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫെമിനിസ്റ്റിക് റൈറ്റിംഗ് ആണ്. ആരെഴുതിയത്? വെർജീനിയ വൂൾഫ് എഴുതിയ, isn't it? ഇതെല്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഒരു റൂം ഓഫ് വൺസ്. നമുക്ക് എല്ലാവർക്കും ഒരു സ്വന്തമായ ഒരു റൂം വേണം, അല്ലെ? നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഇമോഷണൽ ഇംബാലൻസസും നമ്മളുടെ ലൈഫും ഒക്കെ നമുക്ക് എന്താ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ മുറി, ഒരു കുടിസ് റൂമാണെങ്കിലും എന്താ, ദർ ഷുഡ് ബി എ റൂം ഓഫ് വൺസ് എന്നാ പറയുന്നത്. ഇത് പറയാനുള്ള സാഹചര്യം ഒരു 19-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം അല്ലെങ്കിൽ ഒരു 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ എന്നോണം എഴുതിയതാണ് റൂം ഓഫ് വൺസ് ഓൺ വെർജിനിയ വൂൾഫ്. അപ്പൊ അതിനകത്ത് അവർ പ്രതിപാദിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? ഒരു സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്? ഷീ നീഡ്സ് എ സ്പേസ് ഓഫ് ഹെർ ഓൺ. സ്ത്രീക്കല്ല, പുരുഷനും എല്ലാവർക്കും, isn't it? ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? രണ്ടും ഒരേപോലെ തന്നെ കൊണ്ടുപോകുന്നതാണ്. സ്ത്രീക്കും പ്രാതിനിധ്യമുണ്ട്, പുരുഷനും പ്രാതിനിധ്യമുണ്ട്. അത് തന്നെയാണ് ഫെമിനിസം. അല്ല സ്ത്രീ പുരുഷനെക്കാളും മേളിലാണെന്നുള്ളതല്ല. സോ ഇതൊക്കെ എന്താ പറയുക, ഒരു നോട്ടസബിൾ ആയിട്ടുള്ള റൈറ്റിങ്സുകളാണ്. ഇതെല്ലാം നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കൊരു ജനറൽ നോളജ് എന്നുള്ളതെന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് വൺ, ഫെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാക്കിൾസ് എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് ഫ്രീഡത്തിനെ എടുത്തു കളയുന്ന അല്ലെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അതിനെയാണ്. ലൈക്ക് ചെയിൻസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇൻ ദ ഷാക്കിൾസ് ഓഫ്, നമ്മൾ ആരുടെയാണ്? മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ സ്പീച്ച് കേട്ടിട്ടില്ലേ? isn't it? അതിനകത്ത് ഇത്ര നാളും ദ ഷാക്കിൾസ് ഓഫ് ഇൻജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയാറുണ്ട്, isn't it? സോ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ച് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ. നിങ്ങളത് കേട്ടു നോക്കണം. എന്തോരം ജനങ്ങളാണ്, അത് യൂട്യൂബിൽ അവൈലബിൾ ആണ് സ്പീച്ച്. സോ അദ്ദേഹം അവിടെ നിന്നിട്ട് നടത്തുന്ന എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പീച്ച്, അല്ലെ? വളരെ പ്രധാനപ്പെട്ട ഒരു സ്പീച്ചാണ്. അതിനകത്ത് ഈ വേർഡ്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് ഈ ഷാക്കിൾസ് എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ, യെസ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെ? ഐ ഹാവ് എ ഡ്രീം. ഓക്കെ, അതായിരുന്നു ആ സ്പീച്ചിന്റെ പേര്, ഐ ഹാവ് എ ഡ്രീം. ഇതൊക്കെ എടുത്ത് കാണണം കേട്ടോ, കാരണം ഹിസ്റ്ററിയുമായിട്ടൊക്കെ നമ്മൾ ഒരുപാട് റിലേറ്റഡ് ആയിരിക്കണം. ഓക്കെ, എന്താ പറയുക, സപ്രഷൻ, ചെയിൻസ് ഓഫ് ഇൻജസ്റ്റിസ്, അല്ലെ? ഇതൊക്കെ അതിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. ഐ ഹാവ് എ ഡ്രീമിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഐ ഹാവ് എ ഡ്രീം എന്നുള്ളൊരു വേർഡ് റിപ്പീറ്റഡ്ലി അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് വൺ ഡേ, അല്ലെ, ദ വാലീസ് ഓഫ് ഇൻജസ്റ്റിസ്, അതുപോലെ വൺ ഡേ ദ സ്ലേവ് ഓണേഴ്സ് ആൻഡ് മൈ ചിൽഡ്രൻ ആൻഡ് ദ സ്ലേവ് ഓണേഴ്സ് വിൽ സിറ്റ് ടുഗെദർ ആൻഡ് ഈറ്റ് ദെയർ ബ്രേക്ക്ഫാസ്റ്റ്, isn't it? 5 score years ago എന്നൊക്കെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 score years ago, a great American in whose symbolic shadow,
അതായത് 1863 എൻ്റെ ഒരു ഓർമ്മ. എബ്രഹാം ലിങ്കൺ അദ്ദേഹം ഇൻഡിപെൻഡൻസ് ലൈക്ക് സ്ലേവറി അബോളിഷ് ചെയ്തു, ബ്ലാക്സ് ആൻഡ് വൈറ്റ്സ് ആർ ഈക്വൽ എന്ന് പറഞ്ഞു. എന്നിട്ടും 100 വർഷങ്ങൾ 50 years ago എന്ന് പറഞ്ഞാൽ 100 years, ആഫ്റ്റർ 100 years ഓൾസോ ഇറ്റ് റിമെയിൻസ് സെയിം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100 കൊല്ലം മുമ്പ് ഒരാളത് അബോളിഷ് ചെയ്തിട്ടും എന്ത് ചെയ്തു, ആ 100 കൊല്ലത്തിന് ശേഷവും ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ബ്ലാക്സ് ആണ് എപ്പോഴും അവരെ അടിച്ചമർത്തപ്പെട്ട അവസ്ഥ. ഇസന്റ് ഇറ്റ്? ഇന്ത്യയിലും ഇതുപോലെ നമ്മൾ ഒരുപാട് സാഹചര്യങ്ങൾ കാണുന്ന ഒരു അൺടച്ചബിലിറ്റി. മുൽഖരാജ് ആനന്ദിന്റെ ഒരു ബുക്കുണ്ട് അൺടച്ചബിലിറ്റി. ഒന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. എന്തുമാത്രമാണ് നമ്മൾ മനുഷ്യരെ എങ്ങനെ മനുഷ്യരായി കാണാതിരിക്കാം എന്നതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു അൺടച്ചബിലിറ്റി. ഓക്കെ, യെസ്. സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, ഫെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഷാക്കിൾസ്, റെസ്ട്രെയിൻസ്, ബോൺസ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഫ്രീഡം, ലിബറേഷൻ ആൻഡ് റിലീസ് ആണ്. ദ സ്ട്രിക്റ്റ് റൂൾസ് ആക്റ്റഡ് ആസ് ഫെറ്റേഴ്സ് ഓൺ ക്രിയേറ്റീവ് തിങ്കിങ്. സ്ട്രിക്റ്റ് റൂൾസ് എന്തായിട്ട് മാറി? ഒരു റെസ്ട്രിക്ഷൻ ആയിട്ട് മാറി. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു റെസ്ട്രിക്ഷൻ ഓൺ ക്രിയേറ്റീവ് തിങ്കിങ്, അതാണ് ഇവിടെ പറയുന്നത്. ക്വസ്റ്റ് ഫോർ നോളജ് അല്ലെ, എന്തിനെങ്കിലും കാര്യം ആഗ്രഹം, പെർസ്യൂട്ട് എന്നുള്ളൊരു മീനിങ് ആണ് ക്വസ്റ്റ് എന്നുള്ളൊരു മീനിങ്. ക്വസ്റ്റിന്റെ മീനിങ് പെർസ്യൂട്ട്, ലോങ് സെർച്ച് ഫോർ സംതിങ്, ഇസ്ന്റ് ഇറ്റ്? സോ പെർസ്യൂട്ട്, സെർച്ച്, മിഷൻ ഇതെല്ലാം അതിന്റെ സിനോണിംസ് ആണ്. എന്നാൽ അതല്ല നെഗ്ലക്ട് ചെയ്യുക, ഇനാക്ഷൻ, അവോയ്ഡൻസ് ഇതെല്ലാം അതിന്റെ ആന്റണിംസ് ആണ്. ഇത്ര താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? യെസ്. സയന്റിസ്റ്റ് ആർ ഓൺ എ ക്വസ്റ്റ് ടു ഫൈൻഡ് എ ക്യൂർ ഫോർ ദ ഡിസീസ്. അതാണ് അവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത്. സയന്റിസ്റ്റ് ആർ ഓൺ എ ക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എന്നുള്ളൊരു മീനിങ് ആണ്. അവിടെ ഡിസീസിന് സെർച്ച് ചെയ്യാനായിട്ട് സയന്റിസ്റ്റ് ആർ ഇൻ എ സെർച്ച്. ഫ്ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് അല്ലെ, ഫ്ലോലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വിത്തൗട്ട് എനി മിസ്റ്റേക്ക് ആണ് ഫ്ലോലെസ് എന്ന് പറയുക, ഇസ്ന്റ് ഇറ്റ്? വിത്തൗട്ട് എനി മിസ്റ്റേക്ക് ഇസ് കോൾഡ് ആസ് ഫ്ലോലെസ്. ഇവിടെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഹാവിങ് എ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അതിന്റെ സിനോണിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫക്റ്റീവ്, ഇംപെർഫെക്റ്റ്, ഫോൾട്ടി എന്നുള്ളതെല്ലാം അതിന്റെ സിനോണിമാണ്. എന്നാൽ ഫ്ലോലെസ്, അവളുടെ സ്കിൻ എന്ത് ഫ്ലോലെസ്സാ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് പോഴ്സും കുത്തും ഇതൊന്നും ഇല്ലാത്തതാണ് ഫ്ലോലെസ് എന്ന് പറയുന്നത്. പെർഫെക്റ്റ്, ഫ്ലോലെസ്, സൗണ്ട് ഇതൊക്കെ ഫ്ലോയുടെ ഇവിടെ ഫ്ലോലെസ് കിടപ്പുണ്ട്, ഫ്ലോയുടെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോറി, ആന്റണിംസ് ആണ്, ഓപ്പോസിറ്റ്സ് ആണ്. The plan was flawed because it ignored the needs of rural area. റൂറൽ ഏരിയയുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെയുള്ള പ്ലാൻസ് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് എ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഇറ്റ് വാസ് ഫോൾട്ടി എന്നുള്ളൊരു മീനിങ്. സാക്രിഫൈസ്, ഇവിടെ നിങ്ങൾക്ക് സാക്രിഫൈസിന്റെ മീനിങ് അറിയാം. ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന അക്കാഡമിക് ഫ്രീഡത്തിൽ സീഡിങ്ങിന്റെ ഒരു യൂസേജസിലാണ് ഇവിടെ സാക്രിഫൈസിങ് ഓട്ടോണോമി എന്ന് കൊടുത്തിട്ടുണ്ട്. സാക്രിഫൈസിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബലി കൊടുക്കുക എന്നുള്ളൊരു മീനിങ് അല്ല, സറണ്ടർ ചെയ്യുക, ഗിവ് അപ്പ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. കീപ്, റീറ്റെയിൻ, പ്രിസർവ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഷീ സാക്രിഫൈസ്ഡ് ഹർ കരിയർ ടു ടേക്ക് കെയർ ഓഫ് ഹർ ഫാമിലി. അവളുടെ കരിയർ എന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു അല്ലെങ്കിൽ ഗിവ് അപ്പ് ചെയ്തു. ഒരു ഫ്രേസൽ വെർബ് ആണ് ഗിവ് അപ്പ്. ഗിവ് അപ്പ് മീൻസ് ടു സറണ്ടർ അല്ലെ, ഓർത്ത് വയ്ക്കുക. അപ്പോ ഇന്നത്തെ ആർട്ടിക്കിളിൽ ഇത്രയൊക്കെ 10-12 ഉണ്ടായിരുന്നുള്ളൂ ഡിഫിക്കൽട്ട് വേർഡ്സ് എന്ന് പറയാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ടൈറ്റിലിൽ നിന്ന് തന്നെ. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? അക്കാഡമിക് ഫ്രീഡം ആണ്. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ഫ്രീഡം. അതെന്താണ്? അവിടെ ചോദ്യങ്ങൾ ചോദിക്കുക, ഇസ്ന്റ് ഇറ്റ്? ക്വസ്റ്റ്യനിങ്, ബിക്കോസ് ക്വസ്റ്റ്യനിങ് ആൻഡ് ഡിസൈൻ ഫ്യൂവൽ ലേണിംഗ്, റിസർച്ച് എന്താ പുതിയ കാര്യങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി, ഇതെല്ലാം എന്താണ്? ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷണങ്ങളാണ്. അതായത് നമ്മൾ എന്ത് റിസർച്ച് ചെയ്യണം, എന്ത് പഠിക്കണം, എന്ത് പഠിപ്പിക്കണം, കുട്ടികൾ എന്ത് റിസർച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ യൂണിവേഴ്സിറ്റീസിന്റെ കാര്യമാണ്. അപ്പൊ റിസർച്ചും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യണം, എത്രമാത്രം സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റിസൺ ആകണം, ഇതെല്ലാം മോൾഡ് ചെയ്യപ്പെടുന്നത് യൂണിവേഴ്സിറ്റീസിലാണ്. ഈ യൂണിവേഴ്സിറ്റീസിൽ അക്കാഡമിക് ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്റ്റേറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കൺട്രോൾസ് ഇൻ ഇന്ത്യ വരികയാണ്. സ്റ്റേറ്റിൻ്റെയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസും, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. നിങ്ങൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പം എഡിറ്റോറിയൽസിൽ അല്ലെങ്കിൽ പൊളിറ്റിക്സിലൊക്കെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെയാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ,
അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സ് എന്ന് പറയും. അതായത് രാജ്യത്തുള്ള സ്മോൾ നമ്മുടെ കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളെ കുറിച്ച് പറയും. ഓക്കെ, ഇവിടെ സ്റ്റേറ്റ് മീൻസ് ഇന്ത്യ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ കൺട്രോള് ഇവിടെ വരികയാണ്. ദേ ആർ ഷ്രിങ്കിങ് ദിസ് സ്പേസ്. അപ്പൊ എന്തിന്റെ സ്പേസ് ആണ് ഇവിടെ കുറയ്ക്കുന്നത്? ലേണിംഗ്, റിസർച്ച്, ക്വസ്റ്റ്യനിങ്, അക്കൗണ്ടബിലിറ്റി, അല്ലെ? ആൻഡ് പേർപ്പസസ് ഓട്ടോണമി വിത്ത് റോബസ്റ്റ് അക്കൗണ്ടബിലിറ്റി സ്ട്രക്ചർ, നോട്ട് ബ്യൂറോക്രാറ്റിക് കൺട്രോൾ ആസ് എ റെമഡി. അപ്പൊ ഇദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നത് എന്താണ്? ഒരു അക്കൗണ്ടബിലിറ്റി ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലാതെ ബ്യൂറോക്രസിയുടെ കൺട്രോൾ അല്ല ഇവിടെ ആവശ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇതിന്റെ ലാസ്റ്റ് പാർട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് ഐഡന്റിഫൈ ചെയ്തത്. ഓക്കെ, ഇനി ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. യെസ്, കോർ തീസിസ് എന്താണ്? ഇതിനകത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ക്ലെയിം എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റീസിന് ആവശ്യം എന്താണ്? അക്കാഡമിക് ഫ്രീഡം ആണ്. ആർക്കൊക്കെ? സ്റ്റുഡൻസിന്, ഫാക്കൽറ്റീസിന്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. ഓക്കെ, ഇവിടെ ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് ഫ്രീഡം ആവശ്യം? ടു റിസീവ് വിസ്ഡം. വിത്തൗട്ട് ഇറ്റ് നോളജ് ക്രിയേഷൻ, ഇന്നോവേഷൻ ആൻഡ് ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റി സഫർ. അപ്പൊ നിങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ വളരെ ഈസിലി അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റീസിൽ ഇപ്പം ഇന്നത്തെ കാലത്ത് യൂണിവേഴ്സിറ്റീസ് മാത്രമല്ല, നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറിയ ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സ് മുതൽ, അല്ലെ, ടെക്സ്റ്റ് ബുക്സ് മുതൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അതിനകത്ത് വരെ എല്ലാ തരത്തിലുള്ള ഒരു ഇന്റർഫിയറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന്. ഇത് നിങ്ങൾക്ക് ഇതൊരു ഒപ്പീനിയനേറ്റഡ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ഡിനൈ ചെയ്യാം, അല്ലെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. കാരണം ഇത് നമ്മൾ പറയുന്നത് എന്താ, നമ്മൾക്കിവിടെ എൻ്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾ മുതൽ, ക്ലാസ് LKG മുതലുള്ള കുട്ടികളുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമാകുന്നവരെ വരെ എൻ്റെ അഭിപ്രായത്തോട് ഒരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. ഐ ഓൾവേസ് ആസ്ക് മൈ ചിൽഡ്രൻ ടു ക്വസ്റ്റ്യൻ, അല്ലെ? ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ആവശ്യം, അല്ലെ? ഡെമോക്രസി എന്ന് പറഞ്ഞാൽ യെസ്സിന് യെസ് മൂളുന്നതല്ല. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ അസഹിഷ്ണുത ആകുന്ന ഒരു സെറ്റപ്പ് അല്ല ഡെമോക്രസി. ഡെമോക്രസി എന്താണ്? ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഓഫ് ദ പീപ്പിൾ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ റൈറ്റ് ഓഫ് സ്പീച്ച്, അല്ലെ? നമ്മൾക്ക് ഇവിടെ ഉണ്ട് ഫ്രീഡം ഓഫ് സ്പീച്ച്, നമ്മളുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇവിടെ ആൾക്കാർ ഒരു മീറ്റിംഗ്സ് കൂടുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഗ്യാതറിംഗ് വെക്കുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇൻ ദ യൂണിവേഴ്സിറ്റീസ് ലൈക്ക് JNU, നിങ്ങൾക്ക് അറിയാം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ്. പൊളിറ്റിക്സ് ചർച്ച ചെയ്യപ്പെടുന്നതും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ് അവിടെ, അല്ലെ? അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് കേർബ് ചെയ്യാൻ, അത് കേർട്ടെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പ്രവണത നല്ലതല്ല എന്ന് ഇദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഓക്കെ, അതിന് ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു എന്താ പറയുക, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ, അല്ലെ, നമ്മൾ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളൊരു എസ്സേ എഴുതുമ്പോൾ, അല്ലെ നിങ്ങളൊരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ പെർസ്വസീവ് നേച്ചറാണ്, ടു കൺവിൻസ് സംബഡി വിത്ത് യുവർ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ലോട്ട്സ് ഓഫ് ഫാക്ട്സ്, എവിഡൻസസ്, ഡീറ്റെയിൽസ്. അതിൻ്റെ ഒരു കുറച്ച് കുറവ് ഇവിടെ ഞാൻ കണ്ടിരുന്നു. ഫാക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ അദ്ദേഹം ജനറലി അത് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ 3 കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. 3 അല്ല, ലേണിംഗ് ലോജിക് എന്താണ്? അണ്ടർസ്റ്റാൻഡിങ്, ക്വസ്റ്റ്യനിങ്, ക്രിട്ടിക്കിങ്, റെസിസ്റ്റിംഗ് ബ്ലൈൻഡ് അതോറിറ്റി. ഇറ്റ് ഈസ് ഓൾവേസ് എ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ലേണിംഗ്, അല്ലെ? കാര്യങ്ങൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, ബ്ലൈൻഡ് ആയിട്ട് അതോറിറ്റിയെ വിശ്വസിക്കാതിരിക്കുക, അല്ലെ? ഇതെല്ലാം കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിങ്ങിന്റെ പ്രോസസ്സാണ്. എക്സ്റ്റേണൽ കൺട്രോൾ ഈ ഒരു സീക്വൻസ് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഇനി റിസർച്ച് ലോജിക്, യൂണിവേഴ്സിറ്റീസും ഫാക്കൽറ്റീസുമാണ് റിസർച്ച് അജണ്ട സെറ്റ് ചെയ്യേണ്ടത്, അല്ലെ? ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യണം. എൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പോകുന്ന റിസർച്ച് പാത്ത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇതിനു മുമ്പ് ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എന്തിനാ റിസർച്ച് ചെയ്യുന്നത്? വൈ വി ആർ ഡൂയിങ് റിസർച്ച്? നാളത്തെ ഒരു സമൂഹത്തിന് എൻ്റെ റിസർച്ച് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകണം എന്ന് ഓർത്തിട്ടാണ് ഞാൻ റിസർച്ച് ചെയ്യേണ്ടത്, അല്ലെ? നിങ്ങൾക്കൊരു ഫാക്ട് അറിയാവോ? UGCയിൽ സാങ്ഷൻ ചെയ്തിട്ടുള്ള കോടിക്കണക്കിന് രൂപകളുടെ റിസർച്ചും കാര്യങ്ങളും വെറുതെ കെട്ടിക്കിടക്കുകയാണ്. ഒരു പേജ് അവർ മറിച്ചു പോലും നോക്കാതെ, ഒരുപാട് ഉപകാരം ചെയ്യുന്ന പല കാര്യങ്ങളും ഇംപ്ലിമെന്റേഷൻ ലെവലിൽ എത്തുന്നില്ല. നമ്മുടെ ഇവിടെ ഓരോ കോളേജസിനും ഫാക്കൽറ്റീസിനും ഒക്കെ ലക്ഷക്കണക്കിന് രൂപ ഇൻസെന്റിവ്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഓരോ തരത്തിലുള്ള റിസർച്ചസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ റിസർച്ച്
അവിടെ യൂണിവേഴ്സിറ്റിക്ക് UGCക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വാലിഡേഷൻ നടത്താനോ അതിൻ്റെ റിസർച്ചിൻ്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇംപ്ലിമെൻറ്റേഷൻ നടത്താൻ പറ്റുമോ എന്ന് പോലും UGC ശ്രദ്ധിക്കുന്നില്ല എന്നതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ കോളേജിൽ വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങളുടെ കോളേജിൽ നാക് അക്രഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് നാക് പിയർ ടീം മെമ്പറിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സർ വന്നിട്ട് വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എവിഡൻസസ് ഉദ്ധരിച്ച് പറഞ്ഞൊരു കാര്യമാണിത്. ഓക്കെ, ഞാൻ വെറുതെ ഇങ്ങനെ എന്താ പറയുക ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് അല്ല. ഓക്കെ, സോ ഇന്ത്യൻ കോടിക്കണക്കിന് രൂപ വെറുതെ വേസ്റ്റ് ചെയ്യുകയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായോ? സോ ഇന്ത്യൻ റിയാലിറ്റി എന്താണ്? ഇന്ത്യയുടെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ കരിക്കുലത്തിന്റെ ഇതാണ് കേട്ടോ. കരിക്കുല റീഡിംഗ് ആർ എക്സ്റ്റേർണലി കൺസ്ട്രെയിൻഡ് അല്ലെ. കരിക്കുല അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റേർണലി കൺസ്ട്രെയിൻഡ് ആയിരിക്കണം. നോ മെയിൻ സ്ട്രീം. റിസർച്ച് ഇസ് സ്റ്റിഫിൽഡ്. ഡിസിപ്ലിനറി ആൻഡ് ലീഗൽ ആക്ഷൻസ്. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഓക്കെ, just give me a moment. ഇപ്പോഴും സ്റ്റിൽ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടോ? or is it sorted? നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഓഡിബിൾ ആണോ? ഇപ്പൊ ഓക്കെ ആയില്ലേ? സോറി, ചില സമയത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ഒക്കെ ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ നൗ അല്ലേ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. സോ ഞാൻ കണ്ടിന്യൂ ചെയ്യണേ. യെസ്, ഓക്കെ, യെസ്. സോ ഇന്ത്യയുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതെല്ലാം ഒരു എന്താ പറയുക ലീഗൽ ആക്ഷൻസിനൊക്കെ ഈവൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ആർ എന്താ പറയുക സംടൈംസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഐ അണ്ടർസ്റ്റുഡ്. യെസ്, private universities are pressurized through risk averse management. private universities ൽ ഒരു റിസ്ക് ഒരു മാനേജ്മെന്റ് പ്രഷറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. സ്ട്രീം ഇപ്പോഴും സ്റ്റക്കാണോ? ഓക്കെ, ഇനി അടുത്തത് ഓട്ടോണമി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആണ്. അതായത് പബ്ലിക് ഫണ്ട് ചെയ്യുന്നുണ്ട്, ഡസ് നോട്ട് ജസ്റ്റിഫൈ കൺട്രോൾ. പബ്ലിക് ഫണ്ടിങ് ഉണ്ട് എന്ന് വെച്ച് അത് കൺട്രോൾ ചെയ്യണം എന്ന് ഒരിക്കലും ഒരു മീനിങ് ഇല്ല. ദാറ്റ് മീൻസ് പബ്ലിക് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളല്ലേ തീരുമാനിക്കുക, അങ്ങനെയല്ല. ബെറ്റർ ആയിട്ടുള്ള ഗവേണൻസ്, ട്രാൻസ്പെറൻറ്റ് റാങ്കിങ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ചെക്സ്, ഇതെല്ലാം അക്കൗണ്ടബിലിറ്റിയുടെ ഭാഗമാണ്. നല്ല ഗവേണൻസ് ഉണ്ടോ, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റാങ്കിങ് ആണോ കൊടുക്കുന്നത്, യൂണിവേഴ്സിറ്റീസിന്റെ റാങ്കിങ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു ചെക്ക്, ഒരു കൺട്രോൾ വരുത്തുക. കൺട്രോൾ അല്ല, ഇറ്റ് ഈസ് റിയലി നടക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്, അല്ലാതെ മൈക്രോ മാനേജ്മെന്റ് അല്ല. കമ്പാരിറ്റീവ് ലെൻസിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കാഡമിക് ഫ്രീഡം എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻഡ് ഇൻ സെവറൽ ഡെമോക്രസീസ്. ഇതൊരു എക്സാമ്പിൾ പറയുന്നത് ചൈന അല്ലെ, ആ ചൈനയുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഇവിടെ ഇവർ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ UAE, isn't it? അങ്ങനെ പല രാജ്യങ്ങളിലും യൂണിവേഴ്സിറ്റീസിന്റെ ഫ്രീഡം എന്താണ്, കേർട്ടൈൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യമില്ല സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും. പക്ഷെ ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഡെമോക്രസി. ഈവൻ US ഓൾസോ ഷോസ് സർട്ടൻ ഇറോഷൻ നൗ എ ഡേയ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ US പോലും, അതായത് ഇത്തവണ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡിസ്കഷൻ നടത്തിയില്ലായിരുന്നോ, ഡൊണാൾഡ് ട്രംപ് വന്നപ്പോ സാമ്പത്തിക അതായത് അവരുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ
ബാധിക്കാത്ത രീതിയിൽ ഡെഫിസിറ്റ് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പിരിച്ചുവിടൽ കാര്യങ്ങളും അതുപോലെ ചില എന്താ പറയുക എമൗണ്ട് റിലീസ് ചെയ്തിരുന്നതിന്റെ എമൗണ്ട് കുറയ്ക്കാൻ. ഐ തിങ്ക് യു മേ ബി റിമെമ്പറിങ് 2 ദിവസം മുമ്പുള്ള ആർട്ടിക്കിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റീസിന്റെ ഫണ്ട് വളരെ കാര്യമായിട്ട് അദ്ദേഹം കുറച്ചിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചൈനയിൽ ഒരു കാര്യം അവർ പറയുന്നത്, ചൈന ഈവൻ ദോ യൂണിവേഴ്സിറ്റീസിന്റെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ചൈന മെയിൻറ്റെയിൻസ് ഹൈ സ്റ്റാൻഡേർഡ്സ് ഇൻ അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ആൾക്കാരെ, അതായത് പ്രൊഫസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ദേ ആർ ഹാർവേഡ് യൂണിവേഴ്സിറ്റി മാത്രമല്ല, അവിടുത്തെ ഉള്ള മേജർ യൂണിവേഴ്സിറ്റീസിന്റെ ഫണ്ട് വളരെ കുറച്ചിട്ടുണ്ട്. ഹാർവേഡ് ഇസ് ആൻ എക്സാമ്പിൾ. ഓക്കെ, സോ അത് വളരെ എന്താ പറയുക ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് തന്നെ US തുടരുകയാണത്. ഓക്കെ, സോ പ്രയോറിറ്റീസ് മാറുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ബോട്ടം ലൈൻ, ഇവിടെ നമുക്ക് അറിയാവുന്നതാണ് യൂണിവേഴ്സിറ്റീസിൽ എന്തെല്ലാം കോൺട്രവേഴ്സീസ് ആണ്. കേരളത്തിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി MG ആണെങ്കിലും അല്ലെങ്കിൽ കണ്ണൂർ കാലിക്കട്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ കോൺട്രവേഴ്സീസിന്റെ കൂമ്പാരമാണ് അല്ലെ. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? അധ്യാപകരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട്, ഇസ്ന്റ് ഇറ്റ്? അപ്പൊ നമ്മള് ഇവിടെ വാല്യൂ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ കോളേജസിലെ നമ്മൾ നോക്കുമ്പോൾ എത്ര പേര് ക്വാളിഫിക്കേഷൻ എന്റെ ബേസിസിൽ ജോലിക്ക് കയറുന്നു? Isn't it? അത് ചോദ്യം ചെയ്യപ്പെടും എന്ന് പറയുന്ന ഒരു സംഭവം, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യനിങ്. ആ ക്വസ്റ്റ്യനിങ്ങിന്റെ കേസസിൽ ആണ് ഇവിടെ പ്രോബ്ലം ആവുന്നത്. ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാൻ പാടില്ല അതോറിറ്റി എന്നുള്ള രീതിയിലാണ് മുന്നോട്ടേക്ക് പോവുക. So curtailing academic freedom harms students, teachers and ultimately the economic, society and polity. അപ്പോൾ ഇവിടെ എന്തിനെയൊക്കെ ബാധിക്കും? ഒബ്വിയസ്ലി ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ബാധിക്കും. അത് മാത്രമല്ല ഇക്കണോമി, നമ്മുടെ സമൂഹവും സമ്പദ്ഘടനയും സൊസൈറ്റിയും പോളിറ്റിയും എല്ലാം അത് ബാധിക്കും. ഇതെല്ലാം എങ്ങനെയാണ് ബിൽഡ് ചെയ്തേക്കുന്നത്? ഒരു നോർമേറ്റീവ് ഫൗണ്ടേഷൻ. അതായത് വൈ ക്വസ്റ്റ്യനിങ് ഈസ് സെൻട്രൽ ടു നോളജ്. ചോദ്യം ചെയ്യണം, കുട്ടികൾ ചോദ്യം ചെയ്ത് വളരട്ടെ. അത് എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു അല്ലെ? 1000 ചോദ്യങ്ങൾ 100 ചോദ്യങ്ങൾ അങ്ങനെ പറഞ്ഞ ഒരു സിനിമയില്ലേ, ഒരു മൂവി, നോട്ട് സിനിമ, ഇറ്റ് ഈസ് എ മൂവി. സോ ആ ചോദ്യങ്ങൾ കുട്ടികൾ ചോദ്യം ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എൻകറേജ് ചെയ്യണം. അത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. ഫ്രീഡം ഇസ് നീഡഡ് അറ്റ് 3 ലെവൽസ്. എന്തെല്ലാം ലെവൽസ് ആണ്? സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് യൂണിവേഴ്സിറ്റി അല്ലെ. ഈ 3 ലെവൽസിലും ഫ്രീഡം ആവശ്യമാണ്. അപ്പൊ ഇന്ത്യൻ കേസ് സ്റ്റഡി എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പ്രാക്ടീസ് ലിമിറ്റഡ് ഫ്രീഡം ആണ്. അതായത് എന്ത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. റീഡിംഗ് ലിസ്റ്റ്, ഈവൻ എന്തെല്ലാം പുസ്തകങ്ങളാണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നവരാണ്. ഇനി അധ്യാപകര് വേറൊരു രാജ്യത്തേക്ക് കോൺഫറൻസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ പേപ്പർ പ്രസന്റേഷൻസിന്റെ ഭാഗമായിട്ടോ പോകുമ്പോൾ അവരിൽ നിന്ന് ഒരു കാര്യം അണ്ടർടേക്കിങ്സ്, നിങ്ങൾ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാവും ഒരു അണ്ടർടേക്കിംഗ് എഴുതി വയ്ക്കുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ രാജ്യത്ത് നിന്ന് ഇന്ന രാജ്യത്തേക്ക് പുറപ്പെട്ടു പോകുമ്പോൾ അവിടെ ചെന്ന് ഞാൻ എൻ്റെ രാജ്യത്തിനും ഗവൺമെന്റിനും എതിരായിട്ട്, രാജ്യത്തിനും നല്ല ഗവൺമെന്റിനെതിരായിട്ട് യാതൊരു വിധത്തിലുള്ള ശബ്ദവും ഉയർത്തില്ല എന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടാണ് പോകുന്നത്. ഓക്കെ, പ്യൂണിറ്റീവ് ആക്ഷൻസ് ആർ ബീങ് ടേക്കൺ എന്നാണ് ഇവിടെ പറയുന്നത്. സോ റോൾ ബിയോണ്ട് ക്യാമ്പസ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഇക്കണോമിയുടെ ഒരു സോഴ്സസ് ആയിട്ട് മാറുക, കോൺഷ്യൻസ് കീപ്പേഴ്സ് ആയിട്ട് മാറുക, ഇവാലുവേറ്റേഴ്സ് ഓഫ് ഗവൺമെന്റ്സ് ആയിട്ട് മാറുക. ഇതാണ് ക്യാമ്പസിന്റെ ബിയോണ്ട് ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോണമി വിത്ത് അക്കൗണ്ടബിലിറ്റി, റിഫോം റെഗുലേഷൻസ്, അവോയ്ഡ് വൺ സൈസ് ഫിറ്റ്സ് ഓൾ. അതായത് എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരുപോലെയാണ് പഠിപ്പിക്കേണ്ടത് അല്ല അല്ലെ. കേരള സർവകലാശാലയും പിന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസും എന്താണ്, എല്ലാവർക്കും അവരുടേതായ രീതികളുണ്ട്, അവരുടേതായ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അവരുടേതായ പഠിപ്പിക്കേണ്ട സബ്ജക്ട്സ് ഉണ്ട്, അവരുടേതായ ചൂസ് ചെയ്യേണ്ട പുസ്തകങ്ങളുണ്ട് അല്ലെ. എല്ലാ യൂണിവേഴ്സിറ്റീസും ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നല്ലതിനല്ല അല്ലെ. നമ്മൾക്കിവിടെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ് വേണ്ടത്, ഇസ്ന്റ് ഇറ്റ്? ചില യൂണിവേഴ്സിറ്റീസ് ഇന്ന കാര്യം പഠിപ്പിക്കുമ്പോൾ വേറൊരു യൂണിവേഴ്സിറ്റി ഒരു കുട്ടി ഓപ്റ്റ് ചെയ്യണം. എല്ലായിടും ഒരുപോലെ ആണെങ്കിൽ എന്ത് വ്യത്യാസം ഇരിക്കുന്നു? കുട്ടികൾക്ക് മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുകയാണ് വേണ്ടത്. Constraints elsewhere, lessons and warning. ഗ്ലോബൽ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് കൺസ്ട്രെയിൻസ് വരുന്നത് നമ്മൾ പറഞ്ഞു. ചൈന, UAE മുതലുള്ളതും USA ഇപ്പോഴത്തെ അപ്രോച്ചും. ലോസ് ഓഫ് ഫ്രീഡം, ലോസ് ഓഫ് എക്സലൻസ് ആൻഡ് പബ്ലിക് വാല്യൂ. ലോസ് ഓഫ് ഫ്രീഡത്തിൽ എത്തുന്നത് ലോസ് ഓഫ് എക്സലൻസും പബ്ലിക് വാല്യൂ ആണ്. അക്കാഡമിക് ഫ്രീഡത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യാനും റിസർച്ച് ചെയ്യാനും ടീച്ച് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും സ്പീക്കേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനും അവരുടെ വ്യൂസ് എക്സ്പ്രസ് ചെയ്യാനും വിത്തൗട്ട് ഫിയർ ഓഫ് സാങ്ഷൻ അല്ലെ. അതാണ് അക്കാഡമിക് ഫ്രീഡം. ഇവിടെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു പോട്ടെ.
പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്. ഗവൺമെന്റിനെതിരായിട്ട് എഴുതുന്ന എഴുത്തുകാർ അവരുടെ ഫ്രീഡം കേർട്ടൈൽ ചെയ്യുക, അല്ലെ? അവരുടെ പുസ്തകങ്ങൾ റിലീസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അവരെ നാട് കടത്തുന്ന അവസ്ഥയിലേക്ക് വരിക, അല്ലെ? ഇപ്പോഴും നിലനിന്ന് പോകുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ടാവും അങ്ങനെ, സൽമാൻ റഷ്ദി, isn't it? സൽമാൻ റഷ്ദി വളരെ നാളുകൾക്ക് ശേഷമാണ് അദ്ദേഹം ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ സ്റ്റിൽ, ഞാൻ പറയാം, ഡെമോക്രസിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ക്വസ്റ്റ്യൻ. ഓക്കെ, ഓട്ടോണമി വെസസ് കൺട്രോൾ രണ്ടും രണ്ടാണ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിവേഴ്സിറ്റിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അക്കാഡമിക്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ്. കൺട്രോൾ എന്താണ്? പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സും അത് തീരുമാനിക്കുന്നു. അക്കൗണ്ടബിലിറ്റി എന്താണ്? ട്രാൻസ്പെറന്റ് ആയിരിക്കണം യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം. പിയർ ബേസ്ഡ് മെക്കാനിസം, അതായത് നമ്മൾ റിസർച്ച് അപ്രൂവൽസും അതിനുള്ള ഫണ്ടിങ്സും ഒക്കെ കൊടുക്കുന്നത് പിയർ ബേസ്ഡ് മെക്കാനിസത്തിൽ വെച്ചിട്ടായിരിക്കണം. ഗവർണൻസ്, ഓഡിറ്റ്സ്, റാങ്കിങ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിസ്ക്ലോസേഴ്സ്, ഇതെല്ലാം അവിടെ ആവശ്യമാണ്. ഇവിടെ ക്വാളിറ്റിയും ഇന്റഗ്രിറ്റിയും ഒരു ഡിലേയും കൂടാതെ കൂടാനായിട്ട് നമ്മളെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഇല്ലാതെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എഡിറ്റോറിയലിൽ യൂസ് ചെയ്തേക്കുന്ന എക്സാമ്പിൾ ഇന്ത്യയുടെ കരിക്കുലമാണ്. എന്തെല്ലാം സിലബസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? ആന്റി ഗവൺമെന്റ് സ്പീച്ച് എന്തെങ്കിലും ഒരാൾ പറഞ്ഞു പോയാൽ അത് അവിടെ എങ്ങനെയാണ് അതിനെ തടയിടുന്നത്? ഡ്യൂട്ടി ലീവ് എടുത്തു പോകുന്ന ഒരാളെ അണ്ടർടേക്കിംഗ് എഴുതി വാങ്ങുന്നത്, ഫണ്ടിങ് കൺട്രോളിൽ വെക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ഫ്രീഡത്തെ കേർട്ടൈൽ ചെയ്യുന്ന ഒന്നാണ്. ഈവൻ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പോലും എന്താണ്, അവരും ഈ ഒരു എന്താ പറയാ മാനേജ്മെന്റ് ഒരു ആന്റിസിപ്പേറ്റ് പൊളിറ്റിക്കൽ ഡിസ്പ്ലഷർ, അല്ലെ? ഈ രാഷ്ട്രീയക്കാരെ നമ്മൾ അസംതൃപ്തരാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവാന്ന് പറഞ്ഞാൽ അവർ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? ആ ഒരു പേടി വെച്ചിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഇതെല്ലാം സഹിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അർജന്റീന, ഹംഗറി, ടർക്കി എന്നുള്ള സ്ഥലങ്ങളിൽ വൺ പാർട്ടി സ്റ്റേറ്റ്സ് ആണ്, അല്ലെ? അവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതുപോലെ യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷനെ ആര് കൺട്രോൾ ചെയ്യുന്നു? ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നു. ഇറോഷൻ ഇൻ US ഫെഡറൽ പോസ്റ്റർ, നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ചൈനയുടെ പാരഡോക്സ്, ചൈന ഇവിടെ ഇവൻ എന്തോ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, അവർ വിദ്യാഭ്യാസ രംഗത്ത് നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകർ വേണമെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ആൾക്കാരാണ്. റെമഡീസ് പറഞ്ഞേക്കുന്ന എന്താണ്? ഫുൾ സ്പെക്ട്രം ഓട്ടോണമി, അതായത് അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് അക്കാഡമിക് ലെവലിൽ യൂണിവേഴ്സിറ്റീസിന് എന്ത് കൊടുക്കണം? പൂർണ്ണ അധികാരം കൊടുക്കണം. എന്താ? സെൻട്രൽ കൺട്രോൾ കുറയ്ക്കുക, ഇന്റർവെൻഷൻസ്, അവരുടെ ഇടപെടലുകൾ വളരെയധികം കുറയ്ക്കുക. ഇനി അക്കൗണ്ടബിലിറ്റി യൂണിവേഴ്സിറ്റീസിന് കൊണ്ടുവരണം. എന്താ? പിയർ റിവ്യൂ ഫോർ ഫണ്ടിങ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ എടുത്തു വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും വാട്ട് ഈസ് കോൾഡ് പിയർ റിവ്യൂ. പിയർ റിവ്യൂ ഉള്ള ജേർണൽസിന് ഭയങ്കര റേറ്റിംഗ്സ് കൂടുതലാണ്. ഒരുപാട് പിയർ റിവ്യൂസ് നമ്മളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഒരുപാട് പേര് എടുത്താൽ സൈറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ പിയർ റിവ്യൂസ് കൂടാറുണ്ട്. ഓക്കെ, സോ ട്രാൻസ്പെറന്റ്, ഇംപ്രൂവ്ഡ് റാങ്കിങ് എന്ത് ചെയ്യണം? ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അത് ഇംപ്രൂവ്ഡ് ആയിരിക്കണം. സ്ട്രോങ് ഇന്റേണൽ ഗവർണൻസ്, സ്ട്രോങ് ആയിട്ടുള്ള ഇന്റേണൽ ഗവർണൻസ് കൊണ്ടുവരിക, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോർഡ്സും ഓഡിറ്റ്സും ഒക്കെ കൊണ്ടുവരിക. പബ്ലിക് ഡൊമൈൻ ചെക്സ് ആൻഡ് ബാലൻസസ് റെഗുലർലി റിപ്പോർട്ട് ചെയ്യുക, ഡേറ്റ ഭയങ്കര ട്രാൻസ്പെറന്റ് ആക്കി വെക്കുക. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് കാണാൻ പറ്റുന്നില്ല. അവോയ്ഡ് വൺ സൈസ് ഫിറ്റ്സ് ഓൾ മോഡൽ, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ഒരേപോലെ പോകുന്ന മോഡൽസ് നമുക്കിവിടെ ആവശ്യം ഇല്ല. ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ക്വസ്റ്റനിങ്, നോളജ്, എക്സലൻസ്, 3 ലെവൽ ഫ്രെയിമിംഗ് ആണ് ഇന്നത്തെ എഡിറ്റോറിയൽ യൂസ് ചെയ്തേക്കുന്നത്. സ്റ്റുഡൻസ്, ഫാക്കൽറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പബ്ലിക് വാല്യൂ ആർഗ്യുമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രീഡം ഓഫ് ഇന്നോവേഷൻ, പോളിസി അഡ്വൈസ് ആൻഡ് ഡെമോക്രാറ്റിക് അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച്. ആക്ഷണബിൾ ഡയറക്ഷൻസ് കൊടുക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഗവൺമെന്റ് ബേസ്ഡ് അക്കൗണ്ടബിലിറ്റി ആണ് വേണ്ടത്, ലെസർ ഫെയർ അല്ല. വീക്ക്നെസ്സസ് ആൻഡ് ഗ്യാപ്സ് ഓൾസോ ആർ ദെയർ ഇൻ ഹിസ് ആർട്ടിക്കിൾ. എന്താണ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നുണ്ട്? ഇവിടെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് യൂണിവേഴ്സിറ്റീസിൽ നിന്നും നോബൽ ലോറേറ്റ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, നൊബേൽ പ്രൈസ് കിട്ടുന്ന ആൾക്കാരെ എന്തുകൊണ്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒബ്വിയസ്ലി ഞാനും അത് എഗ്രി ചെയ്യുന്നു. കാര്യം എന്താ വെച്ചാല് പല യൂണിവേഴ്സിറ്റീസിൽ, ഇപ്പൊ ഹാർവേഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് ആണെങ്കിലും ഒക്കെ അവിടെ പഠിക്കുന്ന പിള്ളേരുടെ റിസർച്ച് എന്ന് പറയുന്നത്, അല്ലെ അവർ ചെയ്യുന്ന റിസർച്ച് എന്ന് പറഞ്ഞാൽ അത്ര ക്വാളിറ്റി റിസർച്ച് ആണ്. ഈവൻ യു ക്യാൻ റെക്കമെൻഡ് ദെൻ ഫോർ നൊബേൽ പ്രൈസ്, അല്ലെ? പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ഈവൻ അതിന്റെ ഒരു ലെവലിന്റെ ഒരു പകുതി പോലും നമ്മളുടെ കുട്ടികളിലേക്ക് എത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നത് ഇവിടെ അദ്ദേഹം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ആർഗ്യുമെന്റ്, പക്ഷെ ഇവിടെ ഡേറ്റ ഞാൻ പറഞ്ഞു ഡേറ്റ കൊടുത്തിട്ടില്ല.
അദ്ദേഹം അതിന്റെ സൈറ്റേഷൻസും പേറ്റൻസും പ്ലേസ്മെന്റിനെ കുറിച്ചും വളരെ കാര്യമായിട്ട് അത് മെൻഷൻ ചെയ്ത് പോയിട്ടില്ല. ഇനി കോംപ്ലക്സ് ട്രേഡ് ഓഫ് അണ്ടർപ്ലേഡ് ഇവിടെ പറയുന്നുണ്ട്. ബാലൻസിങ് ഫ്രീഡം വിത്ത് ഡ്യൂട്ടീസ്, ഹരാസ്മെന്റിനെ കുറിച്ച്, വ്യൂ പോയിന്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഡൈവേഴ്സിറ്റിയെ കുറിച്ച്, ക്യാമ്പസ് സേഫ്റ്റിയെ കുറിച്ച് ഒന്നും അദ്ദേഹം ഇവിടെ വളരെ കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്ത് പോയിട്ടില്ല. വെറുതെ ഒന്ന് പറഞ്ഞു പോയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഇതിന്റെ നെഗറ്റീവ്സ് ആയിട്ടാണ് കാണുന്നത്. ഇനി നോൺ സ്റ്റേറ്റ് ക്യാപ്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് കോർപ്പറേറ്റ് ഡോണർ ഇൻഫ്ലുവൻസിനെ കുറിച്ചും ഐഡിയോളജിക്കൽ ക്ലിക്സ് ആൻഡ് മെജോറിറ്റേറിയൻ ഫാക്കൽറ്റി കൾച്ചർ ഇതും ഇവിടെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതെല്ലാം നമ്മളൊരു കോളേജ് ലെവലത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ആയിട്ട് വരുന്ന ഒന്നാണ്. റെഗുലേറ്റർ ക്ലിക്സ് ബ്രോഡ് ബ്രഷ്, അതായത് ലിബറേഷൻ ഫ്രം UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനിൽ നിന്ന് ഒരു ഫ്രീഡം വേണമെന്ന് പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിന്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അദ്ദേഹം ഇവിടെ, അതായത് UGC ഒരുപാട് ഇന്റർഫിയർ ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ബഫർ ബോഡീസ്, സൺസെറ്റ് ക്ലോസസ് ആൻഡ് ഡയറക്റ്റീവ്സിനെ കുറിച്ചൊന്നും ക്ലിയർ ആയിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നില്ല. ഇനി ചൈനയുടെ പാരഡോക്സ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, അത് പറയുന്നുണ്ട്. ചൈനയുടെ പാരഡോക്സ് നമുക്കും ഇവിടെ കൊണ്ടുവരേണ്ടത് എന്താണ്? അപ്പോയിന്റ്മെന്റ്സ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് അത് കൊടുത്തു തന്നെ വേണം നമ്മൾ മുന്നോട്ടേക്ക് പോവാനായിട്ട്. ദെൻ റാങ്കിങ് ആസ് അക്കൗണ്ടബിലിറ്റി, അല്ലെ? റാങ്കിങ് ഒബ്വിയസ്ലി അക്കൗണ്ടബിലിറ്റി ആയിട്ട് കൊടുക്കുക വേണം. നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട് വേണം റാങ്ക് ചെയ്യാനായിട്ട്? മൾട്ടി മെട്രിക് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് തന്നെ വേണം. യൂണിവേഴ്സിറ്റി ക്വാളിറ്റി എഡ്യൂക്കേഷൻ, പാസ് ഔട്ട് ആവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന സ്കോഴ്സ്, അവർ കൊണ്ടുവരുന്ന റിസർച്ച്, എത്ര നാഷണൽ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ പബ്ലിക്കേഷൻസ് ആൻഡ് നാഷണൽ ലെവൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ വെബിനാർസ്, സെമിനാർസ് ഓർഗനൈസ്ഡ്, ഇങ്ങനത്തെ കുറെ ക്രൈറ്റീരിയൻസ് ഉണ്ട്, അല്ലെ? അതെല്ലാം യൂണിവേഴ്സിറ്റി എങ്ങനെ കഴിഞ്ഞ കൊല്ലത്തിൽ നിന്ന് ഇക്കൊല്ലത്തിലേക്ക് എന്തുമാത്രം ചേഞ്ചസ് ആണ് യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ പാറ്റേൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലുള്ള പാറ്റേൺസിൽ കൊണ്ടുവന്നത് എന്നതിനനുസരിച്ച് യൂണിവേഴ്സിറ്റീസിനെ റാങ്ക് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് കൗണ്ടർ ആർഗ്യുമെന്റ് അദ്ദേഹം പറയുന്നത്, നമ്മൾ പറയുന്നത് കൗണ്ടർ ആർഗ്യുമെന്റ് എഡിറ്റോറിയൽ ഡസൻ ഫുള്ളി എൻഗേജ് എന്താണ്? ഗവൺമെന്റ് ഇവിടെ മിസ്യൂസ് ചെയ്യപ്പെടുന്നത് ഇൻസിഡൻസ് ഓഫ് വയലൻസ്, ഹേറ്റ് സ്പീച്ച്, ഡിസ്കൺഫ്രണ്ടേഷൻ ഓഫ് ജസ്റ്റിഫൈ സം ഓവർസൈറ്റ്, അല്ലെ? ഇതെല്ലാം അതിനെക്കുറിച്ച് എന്താ പറയുക, ഇത് എപ്പോഴാണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് സംഭവിച്ചതെന്നോ എന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അതുപോലെ ടാക്സ് പെയർ ഫണ്ടിങ്സ് ഓഫൻ കംസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ, അല്ലെ? നമുക്കറിയാം, നമ്മൾ പേ ചെയ്യാണ്. അപ്പൊ നമ്മൾ ചോദിക്കാറില്ലേ, ഞങ്ങൾ കാശും കൂടെ കൊടുത്തിട്ടല്ലേ ഈ റോഡ് പണിയൊക്കെ നടക്കണം, എന്നിട്ട് ഈ റോഡിലും എന്താ കുണ്ടുകുഴി ഇങ്ങനെ, നമ്മൾ ചോദിക്കാറില്ലേ? അത് തന്നെ. ആ ടാക്സ് പേയേഴ്സിന്റെ ഫണ്ട് കൊണ്ടാണ് യൂണിവേഴ്സിറ്റിയും പോകുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ദേ ആർ ക്വസ്റ്റ്യനബിൾ എന്നുള്ള ഒരു കാര്യം, ഇസ്ന്റ് ഇറ്റ്? സോ ഇവിടെ വെൻ, വേർ, അല്ലെ, സോറി, വിച്ച് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ദ പീസ് കുഡ് പീസിഫൈ വിച്ച് കൺട്രോൾ ആർ ലെജിറ്റിമേറ്റ് വേഴ്സസ് വിച്ച് ആർ നെസസറി, അല്ലെ? ഏതാണ് വേണ്ടാത്തത്, ഏതാണ് കൃത്യമായി വേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ഡെഫിനറ്റ്ലി നിലനിൽക്കുന്നുണ്ട്. വ്യൂ പോയിന്റ് ഡൈവേഴ്സിറ്റി ഇവിടെ പറയുന്നുണ്ട്. അതായത് അക്കാഡമിക് ഫ്രീഡം എന്ന് പറയുന്നത് മൈനോറിറ്റി ഹെട്രോഡോക്സ് ആയിട്ടുള്ള ആൾക്കാരുടെ, അല്ലെ, ഫ്രീഡം, അവരെ പ്രൊട്ടക്ട് ചെയ്യുക കൂടിയാണ്. സോ ഐഡിയോളജിക്കൽ മോണോപ്പൊളീസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഡിപ്പാർട്ട്മെന്റ് ഡിസ്കസ് ചെയ്യണം. അതും ഇവിടെയും പറഞ്ഞു പോയിട്ടില്ല. സോ കമ്മിങ് ടു ദ ലാസ്റ്റ് പോയിന്റ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിസർച്ച് ഫണ്ടിങ് ഏജൻസി, ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, ഓട്ടോണമസ് ആയിട്ടുള്ള, അനോണിമസ് ആയിട്ടുള്ള റിവ്യൂ ആൻഡ് പബ്ലിക് റിസൾട്ട്സ് കൊണ്ടുവരേണ്ട ഒരു സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി. കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആക്കണം എന്നാണ് അവര് പറയുന്നത്. അക്കാഡമിക് ഫ്രീഡം വേണം. എന്തിന്? റിസർച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സ്പീച്ച്, നമ്മൾക്ക് സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാൻ, എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും, പബ്ലിക്കേഷൻസും, അതുപോലെ ലിമിറ്റഡ് ക്യാൻസലേഷൻസ് ഓഫ് ലീഗൽ ആൻഡ് സേഫ്റ്റി ഇഷ്യൂസ്, അല്ലെ? ഇതിനെല്ലാറ്റിനും ഉതകുന്ന ഒന്നായിരിക്കണം യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി കൗൺസിൽസ് കൊണ്ടുവരിക, അക്കാഡമിക്സും പൊളിറ്റിക്സ് കൺട്രോളിൽ നിന്ന് മാറ്റി നിർത്തുക. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ശാപമാണ് യൂണിവേഴ്സിറ്റീസിൽ അതിക്രമിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളുടെ പൊളിറ്റിക്കലി ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യാൻ, നല്ല രാഷ്ട്രീയക്കാരെ സൃഷ്ടിക്കാൻ കോളേജുകളും യൂണിവേഴ്സിറ്റീസുകളും പ്രതിജ്ഞാബദ്ധരാണ്, ഞാൻ എഗ്രി ചെയ്യുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറെ റോട്ടൺ ആയിട്ടുള്ള, ചീഞ്ഞു കിടക്കുന്ന, എന്താ പറയാ, കാര്യങ്ങൾ നമ്മുടെ തലയിലേക്ക്, ചില വിദ്യാർത്ഥികളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയും രാഷ്ട്രീയപരമായ മുതലെടുപ്പുകളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതും ഈ പറയുന്ന കോളേജസും യൂണിവേഴ്സിറ്റീസും തന്നെയാണ്, അല്ലെ? അപ്പൊ പൊളിറ്റിക്കലി കൺട്രോൾഡ് അല്ല. നമ്മൾക്ക്
18 വയസ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ അവൻ സ്വതന്ത്ര ചിന്തയോടുകൂടി വളരണം. അവൻ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്യണമെന്ന് അവൻ തീരുമാനിക്കട്ടെ. ജോയിൻ ചെയ്താലും അതിനകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നെഗറ്റീവായിട്ട് അവന് ഫീൽ ചെയ്താൽ അവനെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ ക്വസ്റ്റ്യനിങ് സ്വീകരിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് പോകേണ്ടത്. ഇംപ്രൂവ് ഗവർണൻസ് വിത്ത് മിക്സ്ഡ് ടേം ലിമിറ്റഡ് ബോർഡ്സ് അല്ലെ. ഗവർണൻസ് എങ്ങനെയായിരിക്കണം? മിക്സ്ഡ് ആയിരിക്കണം, ടേം ലിമിറ്റഡ് ആയിരിക്കണം, ട്രാൻസ്പെറന്റ് ആയിരിക്കണം, വിസിൽ ബ്ലോവർ പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആരെങ്കിലും എടുത്ത് വിസിൽ ബ്ലോവേഴ്സ്, നമുക്കറിയാം അല്ലെ വിസിൽ ബ്ലോവേഴ്സ് എന്താണെന്ന് നമ്മൾ ഈയിടെയായിട്ട് കേൾക്കുന്ന ധർമ്മശാലയുടെ ഇപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടോ? പക്ഷെ എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ എം സോ സോറി മൈ ഡിയർ ഫ്രണ്ട്സ്. ഇന്ന് എന്തോ എന്താ പറയുക, എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നില്ല സ്പീച്ച് എൻ്റെ ഇൻ്റർനെറ്റ്. ഐ എം സോ സോറി. ഓക്കെ, യെസ്. ചില സമയം ഈ ടെക്നിക്കൽ ഗ്ലിച്ചസ് നമുക്കത് കോമ്പാറ്റ് ചെയ്യാൻ പറ്റില്ല. അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് ലൈക്ക് വെൽ എക്യുപ്ഡ് ഫോർ ദാറ്റ് ഇസ് എ റീസൺ. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് നിങ്ങൾ പറഞ്ഞോളൂ, ഡോണ്ട് വറി അറ്റ് ഓൾ. നമ്മളിവിടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് എന്താ പറയുക എൻകറേജ് ചെയ്യുന്നത്. സോ എൻകറേജ് അക്കൗണ്ടബിലിറ്റി ത്രൂ പബ്ലിക് റിപ്പോർട്ട്സ്, റെഗുലർ ഓഡിറ്റ്സ് ആൻഡ് ഡൈവേഴ്സ് പെർഫോമൻസ് മെട്രിക്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതാണ് എൻ്റെ കൺക്ലൂഷൻ. നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ കൺക്ലൂഷൻ, ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ. എ സ്ട്രോങ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നീഡ്സ് ഇൻഡിപെൻഡൻസ് ഫ്രം പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ്, ക്ലിയർ പ്രൊട്ടക്ഷൻ ഫോർ അക്കാഡമിക് ഫ്രീഡം, ട്രാൻസ്പെറന്റ് ഗവർണൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ദാറ്റ് മെഷേഴ്സ് റിയൽ ഔട്ട്കം, നോട്ട് ജസ്റ്റ് റാങ്കിങ്സ്, വൈൽ എൻഷുറിംഗ് diverse voices and open access to knowledge. Governments try to control universities because they fear criticism and want everyone to follow the same ideology. But without academic freedom, learning and research suffer, and in the end, the whole country, its economy, society and politics loses. അല്ലേ, നമുക്കറിയാം. ശബ്ദമുയർത്തുന്നവന്റെ വായ അടച്ചു കെട്ടലല്ല ഡെമോക്രസി. അത്രേ എനിക്കിവിടെ പറയാനുള്ളൂ. ഇതെല്ലാം നമ്മൾക്ക് ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്. നിങ്ങൾക്ക് എസ്സേസ് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, പി ഒയുടെ പരീക്ഷയിൽ എന്തെങ്കിലും എസ്സേസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഷുഡ് പബ്ലിക് ഫണ്ടിങ് എൻറ്റെയിൽ കണ്ടന്റ് ഓവർസൈറ്റ്സ് ആൻഡ് ഓൺലി ഔട്ട്കം അക്കൗണ്ടബിലിറ്റി? വെറുതെ ലൈൻ ഇല്ല കേട്ടോ, സോറി, വെറുതെ ലൈൻ ഞാൻ വേറെന്തോ ഉദ്ദേശിച്ചു കൊടുത്ത. ഇതിനകത്ത് ക്യാൻ എ യൂണിവേഴ്സിറ്റി ബി എക്സലന്റ് ഇൻ സ്റ്റെം വൈൽ കർബിംഗ് സോഷ്യൽ സയൻസ് സ്പീച്ച് അല്ലെ, ഷോർട്ട് ടേം വേഴ്സസ് ലോങ് ടേം? Do your ranking meaningfully measure academic quality, or do they distort incentives? Whether mechanisms best protect viewpoints diverse within faculties? If private donors influence research agendas, how should conflict? Yes, Janagadamana movie in the article. Yes, correct. How should conflicts be managed to protect academic freedom? ആ ഒരു മൂവിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു കുട്ടിയുടെ സൂസൈഡിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് ഇല്ലേ, ഇസന്റ് ഇറ്റ്? ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ പ്രിവിലന്റ് ആയിട്ട് നിൽക്കുന്ന അപ്പർ ലോവർ സ്ട്രാറ്റ അല്ലെ ഉള്ള ആൾക്കാരുടെ ഡിസ്പാരിറ്റി ഓർ ഡിഫറൻസസ്, അതും കൂടെ അതുകൂടെ എന്താ പറയുക കെയർ ടേക്ക് ചെയ്തിട്ട് വേണം യൂണിവേഴ്സിറ്റീസ് മുന്നോട്ടേക്ക് പോകാനെന്നും പറഞ്ഞു വരുന്നു. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത് കേരളത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങൾക്കൊരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചുറ്റുപാടല്ല ഇവിടെ പറയുന്നത്. നമ്മളൊന്ന് വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫറൻസസ് ഒക്കെ ഭയങ്കര ഹ്യൂജാണ് അല്ലേ. പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വളരെ ഹ്യൂജാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ കേരളത്തിലും ഉണ്ട് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസസ്. എല്ലാ പാർട്ടിക്കാരും അവരവരുടേതായ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ എക്സാമ്പിൾസ് പറഞ്ഞു പോയാൽ വളരെയധികം വലിയ എക്സാമ്പിൾസ് പറയേണ്ട സാഹചര്യം വരും. അത് ഒരുപക്ഷെ ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് മാറും എന്നുള്ളത് കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. പക്ഷേ ഈ ഒരു മൂവി വളരെ കുറെ അധികം ഓവർ റേറ്റഡ് ആയിരുന്നു. ഓവർ കാര്യങ്ങൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോർട്ടൊക്കെ റിയലി എക്സാജറേറ്റഡ് പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഇങ്ങനെയൊന്നും അല്ല കോടതിയിൽ വിസ്താരം വരിക. പക്ഷേ ബട്ട് സ്റ്റിൽ അതിനകത്ത് പറഞ്ഞു പോയൊരു കാര്യം വളരെ റെലവെന്റ് ആണ്, ഇസന്റ് ഇറ്റ്? ആ ഒരു കാര്യം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ കാര്യം. ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ. സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെഷൻസ് അല്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിവിംഗ് അപ്പ് കൺട്രോൾ, പവർ ഓർ റൈറ്റ്സ്. ഓക്കെ, ഇതാണ് അതിന്റെ മീനിങ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ഗവേണൻസ്, സ്വന്തമായി ഗവേൺ ചെയ്യുക. ഫ്രീഡം ടു ഗവേൺ വൺ സെൽഫ് ആൻഡ് മേക്ക് വൺസ് ഓൺ ഡെസിഷൻ, അതിനെ ഓട്ടോണമി എന്ന് പറയും. സംതിങ് കൺസിഡർ ടു ഇമ്പോർട്ടൻറ്റ് ടു ബി ഇൻഫേർഡ് വിത്ത്, സാക്രോ സാങ്ക്ട് അല്ലെ. സാക്രോ സാങ്ക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രഡ് അല്ലെങ്കിൽ ഇൻവയലബിൾ എന്നുള്ളൊരു മീനിങ് ആണ്. സംതിങ് കൺസിഡർ ടു ഇമ്പോർട്ടൻറ്റ് ടു ബി ഇൻഫേർഡ്. An official order or a command is called as decree അല്ലെ. ഡിക്രി ഐ ഹാവ് എ ഡ്രീമിനകത്ത് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ.
Chains of restraints are used to limit freedom. Fetters. Okay, beautiful ആയിട്ടുള്ള one word substitutions ആണ് ഇത് ഓർത്തു വെക്കുക. Okay. സർക്കംസ്ക്രിപ്ഷന്റെ മീനിങ് എന്താ? ആക്ട് ഓഫ് ലിമിറ്റിംഗ് ഓർ റെസ്ട്രിക്റ്റിംഗ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം ലിമിറ്റ് ചെയ്യുക, അതിന്റെ ആക്ട് ലിമിറ്റ് ചെയ്യുന്നതിന് നമ്മൾ സർക്കംസ്ക്രിപ്ഷൻ എന്ന് പറയും. A long and determined search for something, it's quest for knowledge. People who guide public opinion through writing and speech are public intellectuals. Who are public intellectuals? People എന്തിനെ ഗൈഡ് ചെയ്യുന്ന, പബ്ലിക് ഒപ്പീനിയനെ അവരുടെ സ്പീച്ചും റൈറ്റിംഗ്സും ഒക്കെ വെച്ച് ഗൈഡ് ചെയ്യുന്നതിനെ പബ്ലിക് ഇന്റലക്ച്വൽസ് എന്ന് നമ്മൾ വിളിക്കും. A state of being different from the norm. Unorthodoxy. Unorthodoxy എന്ന് പറഞ്ഞാൽ എന്താ? ഓർത്തഡോക്സ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക, വിട്ടുനിന്ന് വേറെ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. The environment or surroundings in which something occurs is called as milieu. Okay, ഇത്രേ ഉള്ളൂ one word substitutions. നമുക്ക് കുറച്ച് 5 ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ഫ്രേസൽ വേർബ്സേ ഉള്ളൂ, വളരെ ചെറുതായി പോയി അല്ലേ. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഗേവ് അപ്പ് ഇറ്റ് അല്ലെ. സ്റ്റോപ്പ് ട്രൈയിങ് ഇങ്ങനെയാണ് ഗിവ് അപ്പ് എന്ന് പറയുക, ടു സ്റ്റോപ്പ് ട്രൈയിങ്. ഫോൾ ഇൻ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോളോ റൂൾസ്. ഇത് ഫോൾ ഇൻ ലൈനിൽ 2 മീനിങ് ഉണ്ട് കേട്ടോ. ടു എഗ്രി ഓർ ഫോളോ റൂൾസ് ടു ആക്സെപ്റ്റ് അതോറിറ്റി. പിന്നെ രാജാവിന്റെ ഫോൾ ഇൻ ലൈൻ എന്ന് പറയില്ല, ഇന്ന രാജാവ് കഴിഞ്ഞിട്ട് ഇന്ന രാജാവ്, അല്ലെ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഫോൾ ഇൻ ലൈൻ എന്ന് പറയാറുണ്ട് നമ്മൾ. ക്യാരി ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ടു പെർഫോം അല്ലെ. ടു ക്യാരി ഔട്ട് ആൻ തിങ് ഇസ് കോൾഡ് ആസ് എ പെർഫോം. കട്ട് ബാക്ക് മീൻസ് ടു റെഡ്യൂസ് an amount of something. Step in, to get involved in a situation, is called as step in. Idioms fall in line എന്ന് പറയാറുണ്ട്. കൺഫേം ടു റൂൾസ്, എക്സ്പെക്ടേഷൻസ് ഓർ അതോറിറ്റി, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗിവ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സറണ്ടർ ചെയ്യുക, അതും പറഞ്ഞു. ഇന്റേൺ എന്ന് പറഞ്ഞാൽ ആസ് എ കോൺസിക്വൻസസ് ആൻഡ് റെസ്പോൺസ് ടു സംതിങ്. ഇതിൽ കോണ്ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ നിങ്ങളിത് എടുത്ത് വായിക്കുമ്പോൾ യു ഹാവ് ടു when you are reading this you have to understand the meaning and go. Okay, confirm the rules, surrender and relinquish something. Intern എന്ന് പറഞ്ഞാൽ as a consequences or response to something that is that happened previously അല്ലേ. യെസ്റ്റർഡേ എഡിറ്റോറിയൽ ഇന്നലത്തെ എഡിറ്റോറിയൽ ആണിത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലല്ലോ, അതാണ് ഉദ്ദേശിച്ചേ? ന്യൂസ് പേപ്പറിലെ എഡിറ്റോറിയൽ ആണോ ഉദ്ദേശിച്ചേ? നോ ആക്സിഡന്റ് നോട്ട് ബൈ ചാൻസ്. പന്തനെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൊണ്ട് ഒന്ന് ക്ലാരിറ്റി ആയിട്ട് പറയണേ. ചില സമയം ട്യൂബാന്ന് പറഞ്ഞാൽ പോലെ അല്ലേ. യെസ്, നോ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ബൈ ചാൻസ്. ഗോ മച്ച് ഫെർദർ എന്ന് പറഞ്ഞാൽ ടു എസ്കലേറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ബിയോണ്ട് വാട്ട് ഇസ് പ്രീവിയസ്ലി ഹാപ്പനിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിനെ മറിച്ച് കടക്കുക. ഓക്കെ, പ്രീവിയസ്ലി ഹാപ്പനിങ് ചെയ്ത കാര്യം മറിച്ച് കടക്കുന്നതിന്. ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്. ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ നല്ലതായിരുന്നു അല്ലേ. യെസ് ഓക്കെ, യെസ്, നല്ല കാര്യം. എല്ലാ ദിവസവും നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ആർട്ടിക്കിളിന്റെ പേരൊന്ന് മെൻഷൻ ചെയ്ത് ആരെങ്കിലും ഒക്കെ ഒന്ന് വായിച്ചോളും. ജസ്റ്റ് ക്യാൻ യു മെൻഷൻ, ഈസ് ഇറ്റ് ദ സെയിം വൺ യു ആർ ടോക്കിംഗ് അബൌട്ട്? ഇതിനെ കുറിച്ച് തന്നെയാണോ പറയണേ, അത് വേറെ ഏതെങ്കിലും ആർട്ടിക്കിളിനെ കുറിച്ചാണോ? അങ്ങനെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ്, വേറെ ആർട്ടിക്കിൾ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് പേര് മെൻഷൻ ചെയ്തോളൂ കേട്ടോ, സോ ദാറ്റ് എല്ലാവർക്കും അത് വായിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്റ്റർഡേ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഈ 2 എഡിറ്റോറിയൽസ് അല്ലേ ഉണ്ടായിരുന്നത്? ഒന്ന് ഇതും ഒന്ന് വേറെ ഒരെണ്ണം. രണ്ടും നല്ലതായിരുന്നു, 2 എഡിറ്റോറിയൽസും നല്ലതായിരുന്നു. ഈക്വലി ഇമ്പോർട്ടൻറ്റ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് അതർ പോയിന്റ് ഓഫ് ഈക്വൽ വെയിറ്റ്. അതിനാണ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, despite their limitations-ന് അപ്പുറമായിട്ട്, even though they are not perfect. limitations from the shackle അല്ലെ, freedom from oppressive restriction. ഇതൊന്നും ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് അല്ല, പക്ഷെ യൂസേജസ് ആണ് കേട്ടോ. one size fits all നമ്മൾ പഠിച്ചതാണ്. സിംഗിൾ സൊല്യൂഷൻ അപ്ലൈഡ് യൂണിഫോംലി, അത് ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല എന്ന് പറയുന്നുണ്ട്. ബോട്ടം ലൈൻ എന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നു. ബോട്ടം ലൈൻ. പാസീവ് വോയിസ് സ്ട്രക്ചർ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട് എഡിറ്റോറിയലിൽ. B+V3 ഫോം ഓഫ് ദ വെർബ്. എന്തിനാണ്? ഡൂവർ ഓഫ് ദ ആക്ഷനെക്കാളും ആക്ഷന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫോക്കസ് ഓൺ ദ ആക്ഷൻ. നോമിനലൈസേഷൻ എന്താണ്? വെർബ്സിനെ നമ്മൾ എന്താക്കി മാറ്റുക? നൗൺസ് ആക്കി മാറ്റുന്നതിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ദ ഡെവലപ്മെന്റ് അല്ലെ ഓഫ് യൂണിവേഴ്സിറ്റീസ്, ഡെവലപ്പിംഗ് യൂണിവേഴ്സിറ്റീസിൽ നിന്ന് ഡെവലപ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആയപ്പോൾ ഇത് നൗൺ ആയിട്ട് മാറി.
മോഡൽ വെർബ്സിന്റെ യൂസേജസ് പറയുന്നുണ്ട്. എല്ലാത്തിലും ഉണ്ടാവും നെസസിറ്റി, ഒബ്ലിഗേഷൻ, പോസിബിലിറ്റി, പെർമിഷൻ ഒക്കെ കാണിക്കാനായിട്ട് നമ്മൾ ഈ മോഡൽ വെർബ്സ് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് മസ്റ്റ് ഹാവ് ഫ്രീഡം, സച്ച് ആൻ എൻവയോൺമെന്റ് ഈസ് എസെൻഷ്യൽ, അല്ലെങ്കിൽ മസ്റ്റ് ബി എന്നുള്ളൊരു യൂസേജസ്. ഇതെല്ലാം എന്താണ് മോഡൽ വെർബ്സിന്റെ യൂസേജസ് ആയിട്ട് പറയുന്നു. കണ്ടീഷണൽസ് ആൻഡ് കൺസസീവ് ക്ലോസസ്, ഇഫ് കണ്ടീഷൻസ്, ഇഫ് ക്ലോസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഇഫ് ക്ലോസിന്റെ യൂസേജസ് എന്താണ്? ഇഫ്, അതായത് ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ, സീറോ കണ്ടീഷൻ അല്ലെ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സീറോ കണ്ടീഷണൽസ് എടുത്ത് പഠിച്ചോളൂ കേട്ടോ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മൾ യൂണിവേഴ്സിറ്റീസ്, ഇഫ് ദിസ് കണ്ടിന്യൂസ് ദ ലീഡിങ് എഡ്ജ് അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് അല്ലെ, ഈസ് ബൗണ്ട് ടു ഇറോഡ്. അതായത് രണ്ടും പ്രസന്റ് ടെൻസ് ആയിട്ടുള്ള യൂസേജസ്, ഒരു പ്രസന്റ് ടെൻസും ഒരു ഫ്യൂച്ചർ ടെൻസും ആയിട്ടുള്ള യൂസേജസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. റിലേറ്റീവ് ക്ലോസസ്, റിലേറ്റീവ് ക്ലോസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അഡീഷണൽ ഇൻഫർമേഷൻസ് അഡീഷണൽ ഇൻഫർമേഷൻസ് ഇല്ല, ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി, ഡിസ്ക്രിപ്റ്റീവ് ഡീറ്റെയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് ക്ലോസസ് ഉപയോഗിക്കുന്നത്. യെസ്, പാർട്ടിസിപ്പിൾ ഫ്രേസസ് ഉണ്ട്. ഫ്രേസസിൽ പാർട്ടിസിപ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്രോമിസിങ് അല്ലെ, ING ഫോം ഓഫ് വെർബാണ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്, ആക്ടിങ് ആസ് ആഡ്ജക്റ്റീവ്. ഓക്കെ, അണ്ടർസ്റ്റുഡ്? പാർട്ടിസിപ്പിൾ ഫ്രേസസ് യൂസ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻ യൂസിങ് എ വെർബ് ഫോം വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ക്ലോസ്, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇനി ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവട്ടോ ഇതിനകത്ത്. ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന, ജനറലി കാണുന്ന കാര്യങ്ങളാണ് എടുത്ത് എഴുതുന്നത്. കോംപ്ലക്സ് നൗൺ ഫ്രേസസ് കൊടുക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ മോഡിഫയേഴ്സ്, അതായത് നൗൺ ഫ്രേസസ് ആണ്. ഇറ്റ് ഇസ് ഫുൾ വായിക്കുമ്പോൾ നമുക്ക് നൗൺ ആയിട്ട് ഫീഡ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ദ എബിലിറ്റി ടു ആസ്ക് റെലവെന്റ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ലിങ്കിങ് വെർബ്സ് അല്ലെ, ലിങ്കിങ് അല്ലെങ്കിൽ കൺജക്റ്റീവ് ഫ്രേസസ് അല്ലെങ്കിൽ ഡിസ്കോഴ്സ് മാർക്കേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാമാണ് കേട്ടോ. അതെ, ഓ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിന്റെ അല്ലേ. ഓക്കെ ഓക്കെ, യെസ്. ഓക്കെ, ആഫ്റ്റർ ഓൾ, ഇൻഫാക്ട്, ഓഫ് കോഴ്സ്, ദസ്, ഇതെല്ലാം ലിങ്കിങ് ആയിട്ടുള്ള ഒരു കൺജക്റ്റൈവൽ യൂസസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പാരലൽ സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, isn't it? പാരലൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഹാൻസ് റീഡബിലിറ്റി കൂട്ടാനും അതുപോലെ തന്നെ ഇമ്പാക്ട് ത്രൂ റിഥം ആൻഡ് സിമെട്രി അത് കൊണ്ടുവരാൻ അവരവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, യെസ്. അബ്സ്ട്രാക്ട് നൗൺസ് ഫോർ എംഫസിസ് ചെയ്യാൻ വേണ്ടി അബ്സ്ട്രാക്ട് നൗൺസ്, സോറി ഞാൻ ഇത്തിരി ഡിസ്ട്രാക്റ്റഡ് ആയി. യെസ്, അബ്സ്ട്രാക്ട് നൗൺസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എംഫസൈസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അബ്സ്ട്രാക്ട് നൗൺസ് കൊടുക്കുക. അബ്സ്ട്രാക്ട് നൗൺസ് ഇവിടെ എന്താണ്? ഓട്ടോണമി, അക്കൗണ്ടബിലിറ്റി, ഫ്രീഡം, യൂണിഫോമിറ്റി, ഡിഫറൻസിയേഷൻ, ഇതെല്ലാം നമുക്ക് അബ്സ്ട്രാക്ട് നൗൺ എന്താണെന്ന് അറിയാലോ. കോൺക്രീറ്റ് നൗണിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് വി കനോട്ട് പെർസീവ് ത്രൂ 5 സെൻസസ്. നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, മനസ്സിൽ തോന്നാനേ പറ്റുള്ളൂ. ഫീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ടച്ച് ഫീൽ ചെയ്തല്ല, നമുക്ക് മനസ്സിൽ തോന്നി ഫീൽ ചെയ്യാന്ന് നമ്മൾ പറയില്ലേ, അതിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീഡം അല്ലേ, കറേജ്, ഇതൊക്കെ നമുക്ക് തോന്നലാണ് നമ്മുടെ. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് തൊട്ടോ എടുത്തോ ടേസ്റ്റ് ചെയ്തൊന്നും കാണിക്കാൻ സാധിക്കില്ല. ഒരു ക്ലോസ് ടെസ്റ്റ് ഞാനിവിടെ തരുന്നുണ്ട്, അത് വായിക്കാം. അതിനുശേഷം 5 ഓപ്ഷൻസ് ഉണ്ട്, അതിന്റെ ആൻസർ നമുക്ക് പറയാം. ഓക്കെ, സോ ഞാൻ ഓടിച്ച് വായിക്കാം. ഓരോ പേജിലും ഓരോ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവും കേട്ടോ. ആൻസർ ചെയ്യാൻ എല്ലാവരും റെഡി ആവണേ. The rapid growth of digital transactions in recent years has dashed both opportunities and challenges for banking sector. On one hand, it has improved efficiency and convenience for customers. On the other hand, it has exposed financial institutions to new forms of cyber threats. To dash these risks, banks have been investing heavily in advanced security infrastructure, including artificial intelligence driven fraud detection system. However, technology alone cannot dash the problem. Awareness among customers is equally crucial.
Many fraud cases occur because individuals fail to dash basic security measures such as safeguarding passwords and avoiding suspicious link. Therefore, along with upgrading technology, banks must also focus on awareness campaigns to educate their customers. മനസ്സിലായോ? നമുക്ക് ഓരോ ലൈൻസ് എടുത്ത് നോക്കാം. സോറി, ഫസ്റ്റ് വൺ, ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. അതിനെക്കുറിച്ചാണ് പറയുന്നത്. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഈസ് റീസെന്റ് ഇൻ ഇയേഴ്സ് has dashed both opportunities and challenges for banking sector. എന്താണ് ആൻസർ? ഫോർകാസ്റ്റഡ് ആണോ, പോസ്റ്റ് ആണോ, റീപ്ലേസ്ഡ് ആണോ, പ്രെഡിക്റ്റഡ് ആണോ? വാട്ട് ഡു യു തിങ്ക്? ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെ, നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മുമ്പ് പറയുക. പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മുന്നോട്ടേക്ക് വെക്കുക. പോസ്റ്റ് പോസ്റ്റ് എന്ന് പറയും. പിന്നെ റീപ്ലേസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുക അല്ലെ, മാറ്റി വെക്കുക. അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യപ്പെടുക, മുൻകൂട്ടി പറയുക, അതിനാണ് പ്രെഡിക്ഷൻ. ഇവിടെ ആൻസർ ഏതാ? ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇൻ റീസെന്റ് ഇയേഴ്സ് ഹാസ്. യെസ്, കറക്റ്റ് ആണ് ആദർശ്, വെരി ഗുഡ്. ഇറ്റ്സ് പോസ്റ്റ്. Okay. Second one, on one hand, it has improved efficiency and convenience for customers. On the other, yes, correct ആണ് വന്ദന. On the other, it has exposed financial institutions to new forms of cyber threats. To dash these risks, banks have been investing heavily in advanced security infrastructure, including artificial intelligence driven fraud detection system. ഏതാണ് ആൻസർ? ടു ഡാഷ് ദീസ് റിസ്ക്. അപ്പം റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആഗ്രവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടുക, മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ ചെയ്യുക, ട്രിഗർ എന്താ പറയുക, ട്രിഗർ ചെയ്യുക, അതിൻ്റെ ഒരു ട്രിഗേർഡ്, റിസൾട്ടഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ട്രിഗർ ചെയ്യുക അല്ലേ. റിഫോം എന്ന് പറഞ്ഞാൽ ചേഞ്ച് എന്നുള്ളത്. ഇവിടെ ഇത് ഏതായിരിക്കും ആൻസർ? ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്ത, നിങ്ങൾക്ക് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പം അതിൻ്റെ മീനിങ്സ് നിങ്ങൾ തന്നെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ. യെസ്, മിറ്റിഗേറ്റ് തന്നെയാണ് കേട്ടോ. കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. However, technology alone cannot dash the problem. Awareness among customers is equally crucial. Eliminate, intensify, imitate, fabricate. 4 വേർഡ്സിന്റെ മീനിങ്സ് സിമ്പിൾ അല്ലേ? ഏതാണ് ആൻസർ? വേഗം പറഞ്ഞോളൂ. മിറ്റിഗേറ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ്. ടെക്നോളജി കനോട്ട് ഡാഷ് ദ പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മീനിങ് ആണ്. ഇന്റൻസിഫൈ, ഇമിറ്റേറ്റ്, ഫാബ്രിക്കേറ്റ് ഓർ എലിമിനേറ്റ്. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫോൾസ് ആയിട്ടുള്ളത്. ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തിനെങ്കിലും കോപ്പി ചെയ്യുന്നതിനാണ്. ഇൻറ്റൻസിഫൈ കൂട്ടുക, എലിമിനേറ്റ് കുറയ്ക്കുക അല്ലെ ഇല്ലാതാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. കറക്റ്റ്. എലിമിനേറ്റ് ആണ് ഇവിടെ ആൻസർ വരിക. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. യെസ്, ബോത്ത് ആർ കറക്റ്റ്. Many fraud cases occur because individuals fail to dash basic security measures such as safeguarding passwords and avoid suspicious links. Fraud cases occur ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇൻഡിവിജ്വൽസ് ഫെയിൽ ടു ഇഗ്നോർ ആണോ, അഡോപ്റ്റ് ആണോ, നെഗ്ലക്റ്റ് ആണോ, ഒബ്സർവ് ആണോ? ബേസിക് സെക്യൂരിറ്റി മെഷേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് 2 എണ്ണം സംശയം തോന്നാം. ചിലപ്പോൾ നിങ്ങളതിൽ എനിക്കറിയില്ല നിങ്ങൾ ഏത് ഓപ്റ്റ് ചെയ്യുമെന്ന്. എല്ലാ മീനിങ്സും ക്ലിയർ ആണല്ലോ അല്ലെ? ഇഗ്നോർ, അഡോപ്റ്റ്, നെഗ്ലക്റ്റ്, ഒബ്സർവ്. രണ്ട് മീനിങ്ങും ഏകദേശം കറക്റ്റ് ആണ്. പക്ഷെ എന്നാലും കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്ന വേറൊരു മീനിങ് ആണ്. എനിക്ക് തോന്നിയിരുന്നു നിങ്ങൾ അതായിരിക്കും എഴുതാനായിട്ട് സാധ്യത. അഡോപ്റ്റ്
ഒബ്സർവ് ആണ് കുറച്ചുകൂടെ കറക്റ്റ് ആൻസർ കേട്ടോ. അഡോപ്റ്റ് ഓൾസോ ഇസ് റൈറ്റ്. ഇൻഡിവിജ്വൽ മെനി ഫ്രോഡ് കേസസ് ഒക്കർ ബിക്കോസ് ഇൻഡിവിജ്വൽസ് ഫെയിൽ ടു അഡോപ്റ്റ് ബേസിക് സെക്യൂരിറ്റി മെഷേഴ്സ്. ഇവിടെ അഡോപ്റ്റും കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഒബ്സർവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ ഫോളോ ചെയ്യാന്നുള്ളൊരു മീനിങ്ങിൽ, ഇന്റൻറ്റഡ് മീനിങ് വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കംപ്ലൈ ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, കംപ്ലൈ ഓർ ഫോളോ. ഓക്കെ, അഡോപ്റ്റും തെറ്റില്ല, പക്ഷെ എന്നാൽ ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉള്ളതാണ് താനും. ഓക്കെ, യെസ്. Therefore, along with upgrading technology, banks must also focus on awareness campaigns to educate their customers. അതുകൊണ്ട് എന്താണ്, ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ they have to focus on dash awareness. കേർട്ടെയിലിംഗ് ആണോ, പ്രൊമോട്ടിംഗ് ആണോ, ഇഗ്നോറിംഗ് ആണോ, റിവേഴ്സിംഗ് ആണോ? 4 എണ്ണത്തിന്റെ മീനിങ് അറിയാമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കേർട്ടെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഒരു തടയിടുക എന്നുള്ളൊരു മീനിങ് ആണ്. പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ്, അല്ലെങ്കിൽ അതിന് പ്രോത്സാഹനം നൽകുക. ഇഗ്നോറിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക, വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യുക. റിവേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ തിരികെ ആക്കുക എന്നുള്ളൊരു മീനിങ്. ഏതാണ് ആൻസർ? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ, പ്രൊമോട്ടിംഗ് തന്നെയാണ്. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരുടെയും ആൻസേഴ്സ് എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? നന്നായിട്ട് ആൻസർ ചെയ്തു. ഓക്കെ, സോ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പ്രെഡ് ഓർ എൻകറേജ് അവയർനെസ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ്. 15th ഫ്രീഡം, ബിഗ് ഫ്രീഡം സെയിൽ ഉണ്ട്. 1 ഡേ മാത്രം അല്ലെ, 1 ഡേ മാത്രമല്ല, 1 ഡേ മാത്രം. ഓക്കെ, ഫ്ലാഷ് സെയിലാണ് ഇന്ന് ആണുള്ളത്. അപ്പം സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്, എക്സ്ട്രാ വാലിഡിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് എൻട്രിയുടെ സ്പെഷ്യൽ ഓഫറാണിത്. ഫ്ലാഷ് സെയിലാണ്. ഇന്നത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഡ് ബിഗ്ഗസ്റ്റ് ഓഫറാണ് ഇന്ന് കിട്ടുക. സോ ഒരു മടി വിചാരിക്കേണ്ട, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർ ആണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ എമൗണ്ടും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ബിക്കോസ് വി ആർ ഹാവിങ് എക്സലന്റ് ഫാക്കൽറ്റീസ്, എക്സലന്റ് നോട്ട്സ്, എക്സലന്റ് ലെക്ചേഴ്സ് അല്ലെ, എക്സലന്റ് സപ്പോർട്ട്, എല്ലാം വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് എൻട്രി എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതുകൊണ്ട് ഹെൽപ്ഫുൾ ആവും. SSC, RRB, അതുപോലെ തന്നെ ബാങ്കിങ് മേഖലകളിൽ എക്സാംസ് എഴുതാവുന്ന എല്ലാവരും കോഴ്സിന്റെ ഭാഗമാകൂ. സോ ഡെഫിനറ്റ്ലി യു വിൽ ബി ഗെറ്റിംഗ് എന്താ പറയുക, 23% ഓഫ് ഓൺ ബാങ്ക് 1 ഇയർ ഗോൾഡ് കോഴ്സിലാണ്. 1 ഇയർ ഗോൾഡ് കോഴ്സാണ് കേട്ടോ. എക്സാംസ്, അതിൽ വരുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് എഴുതുമ്പോൾ അതിന് വേണ്ട തരത്തിലുള്ള റിഗറസ് ട്രെയിനിങ് ആണ് നമ്മൾ തരുന്നത്. ഓക്കെ, സോ പ്രിലിംസ് മാത്രമല്ല, മെയിൻസിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും ട്രെയിനിങ് തരുന്ന വൺ ആൻഡ് ഒൺലി സ്ഥാപനം അല്ലെ ആണ് എൻട്രി. സോ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് പഠിക്കാം, ഒരു കമ്പൽഷനും ഇല്ല. നിങ്ങൾ വരിക, നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാം. അതിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. ഓക്കെ, PYQs ആണെങ്കിലും മോക്ക് ടെസ്റ്റുകളാണെങ്കിലും ഒക്കെ. അപ്പം നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് യു. ഓക്കെ, സോ ഓഫർ എടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ തന്നെ ചെയ്യുക. ഒരു 5 മിനിറ്റത്തേക്ക് പോലും നിങ്ങൾ മാറ്റി വെക്കേണ്ട. ഓക്കെ, സോ ഇപ്പൊ തന്നെ ചെയ്തോളൂ, മടി കൂടാതെ. ഞാൻ പറഞ്ഞില്ലേ, ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ്സ് ഫുൾ ഓൺ ഗ്യാരണ്ടി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഓക്കെ, സോ അവിടെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യാനും മെന്ററിനോട് സംസാരിക്കാനായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ അവസാനിക്കുകയാണ്. സോ അടുത്ത ട്യൂസ്ഡേ എല്ലാവരെയും കാണാം. എല്ലാവരും സ്വാതന്ത്ര്യം വളരെ പോസിറ്റീവായിട്ട് ആഘോഷിക്കൂ. ആൻഡ് റിമെമ്പർ വൺ തിങ്, ഫ്രീഡം ഇസ് നോട്ട് എ ലൈസൻസ് അല്ലേ. എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമല്ല നമ്മുടെ സ്വാതന്ത്ര്യം. വളരെ ഹാർഡ് വർക്കോടുകൂടി അധ്വാനിച്ച് നേടിത്തന്ന ഒരു സ്വാതന്ത്ര്യം അല്ലെ. ആ സ്വാതന്ത്ര്യത്തെ നമ്മുടെ രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഓരോ നിമിഷവും നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, so thank you Adarsh, Vandana, thank you so much. Have a great day ahead, have a great weekend ahead. Use it productively. Thank you so much my dear ones. Bye bye and take care.